ഹലോ എവരിവൺ, വെൽക്കം ടു പൾപിറ്റ്. ഞാൻ ശ്രീകുട്ടൻ. കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇംഗ്ലീഷ് ആസ്പിറൻസിന് എല്ലാവർക്കും പൾപിറ്റിലേക്ക് സ്വാഗതം. സോ നമ്മൾ കണ്ടിട്ട് കുറച്ചായി. ഒരു കുറച്ച് നാൾ മുമ്പ്, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കഴിഞ്ഞ ലിസ്റ്റിന് എന്ത് സംഭവിച്ചു എന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എവർ സിൻസ് അതിനുശേഷം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മുടെ ക്രാഷ് കോഴ്സസ് ബാച്ചസ് എല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടുത്തെ വിദ്യാർത്ഥികളും ആ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സർ, കഴിഞ്ഞ ലിസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്നതൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. പക്ഷേ ആ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തില്ലല്ലോ, ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തുകൂടെ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് വിദ്യാർത്ഥികൾ ഒരു സംശയമായിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു ഉത്തരവെന്നും എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ പരീക്ഷ 2020 നടന്ന കേരള PSC അസിസ്റ്റന്റ് പ്രൊഫസർ ഇംഗ്ലീഷ് എക്സാം, ആ എക്സാമിന്റെ ഒരു പാറ്റേൺ അനാലിസിസ് ആണ് ഞാൻ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കുക, പാറ്റേൺ അനാലിസിസ്. അതായത് കഴിഞ്ഞ പരീക്ഷയിൽ ഏതൊക്കെ ഏരിയയിൽ നിന്ന് എത്രയൊക്കെ ചോദ്യങ്ങൾ വന്നു, എന്തായിരുന്നു PSC മൊത്തത്തിൽ ഉദ്ദേശിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ശ്രദ്ധിച്ചോളൂ, കഴിഞ്ഞ പരീക്ഷയിൽ എന്ത് സംഭവിച്ചു നോക്കാം. ഏരിയ ആൻഡ് അപ്രോക്സിമേറ്റ് മാർക്സ്. ഇപ്പൊ എല്ലാവർക്കും പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ 2020 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ക്രോസ് ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോ അറിയാലോ, വളരെ ടോപ്പിക് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഏരിയ സ്പെസിഫിക് ആയിട്ടല്ല ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, ഇപ്പോൾ അനിതാ ദേശായിയുടെ ഒരു ചോദ്യം വരികയാണെങ്കിൽ അനിതാ ദേശായി ഫെമിനിസം, അപ്പൊ ഫെമിനിസം എന്ന് പറയുന്നത് ലിറ്റററി തിയറിയിലും കൂടെ വരുന്നതാണ്. അങ്ങനെ ഓവർലാപ്പിംഗ് ആവുന്ന രീതിയിൽ തന്നെയായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്നാലും ഞാൻ ഏകദേശം ഒന്ന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, എത്രയൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് എത്രയൊക്കെ ചോദ്യങ്ങളും മാർക്കുകൾ വന്നിട്ടുണ്ടെന്നുള്ളത്. ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്ന് തന്നെയാണ് 27 തൊട്ട് 30 മാർക്കിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് വന്നത്. ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ തന്നെയാണ് ഒരു 30 മാർക്സ് അടുപ്പിച്ച് അവിടുന്ന് വന്നിട്ടുണ്ട്. ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ഇന്ത്യനിൽ നിന്ന് ഒരു 10 മാർക്ക് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. അമേരിക്കൻ 8, തിയറി ആൻഡ് ക്രിറ്റിസിസം 22, ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ഫോണറ്റിക്സ് അതും ഏകദേശം 22, വേൾഡ് ലിറ്ററേച്ചർ 5, ലിറ്റററി ഓണേഴ്സ് 5, ഇന്ത്യൻ എസ്തെറ്റിക്സ് 5. അപ്പൊ ഏകദേശം ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ശ്രദ്ധിക്കുക, ഓവർലാപ്പ് ചെയ്ത് തന്നെയാണ് വരുന്നത്. ഇപ്പോ ബ്രിട്ടീഷ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തന്നെ ലിറ്റററി തിയറി ക്രിറ്റിസിസവുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ട്. ഓവർലാപ്പിംഗ് ആണ് ക്വസ്റ്റ്യൻസിന്റെ സ്വഭാവം. ചില കാര്യങ്ങളിൽ ഈ പറഞ്ഞ ഏരിയ സ്പെസിഫിക് അല്ല, എന്നാലും കുറച്ച് വിശാലമായിട്ട് ഞാൻ എല്ലാം ഉൾപ്പെടുത്തി ഓൾ ഇൻക്ലൂസീവ് ആയ നിലയിലാണ് ഈ ഒരു കാറ്റഗറൈസേഷൻ നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, തിയറി ക്രിറ്റിസിസം, ഫോണറ്റിക്സ് ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം അത്യാവശ്യം ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് അതിന്റെ അനാലിസിസിലേക്ക് കിടക്കാം. ഈ ഒരു പാറ്റേണിൽ നിന്ന് നമുക്ക് മനസ്സിലായ ചില ഒബ്സർവേഷൻസിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ ഒബ്സർവേഷൻ, ദിസ് ഇസ് നോട്ട് എ ലിറ്ററേച്ചർ ഓൺലി പേപ്പർ. അത് ആദ്യം മനസ്സിലാക്കുക. ഇംഗ്ലീഷ് സാഹിത്യം മാത്രം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല അത്. ഇറ്റ് ഇസ് ഓൾമോസ്റ്റ് ഈക്വലി ഡിവൈഡഡ് ബിറ്റ്വീൻ, ഇതിൽ ലിറ്ററേച്ചർ, തിയറി, ലിംഗ്വിസ്റ്റിക്സ് ഇതെല്ലാം കടന്നു വന്നിട്ടുണ്ട്. അതല്ല, ഈക്വൽ ഡിവിഷൻ തന്നെ അതിൽ സംഭവിച്ചായിരുന്നു. ശ്രദ്ധിച്ചാൽ മതി, നോക്കിയേ, ഏകദേശം ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്ന് 27 തൊട്ട് 30 മാർക്ക് വരെ വന്നു. തിയറിയിലും ഏകദേശം 20, ലിംഗ്വിസ്റ്റിക് അത്രയും തന്നെ മാർക്കുകൾ വന്നിട്ടുണ്ട് അല്ലെ. ഇത് മൂന്നും കൂടെ കൂട്ടിയപ്പോൾ തന്നെ ഏകദേശം ഒരു 60 മാർക്ക് അടുപ്പിച്ചായി അല്ലേ. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ലിറ്ററേച്ചർ, തിയറി, ലിംഗ്വിസ്റ്റിക്സ് ഒരു ഈക്വൽ ഡിവിഷൻ ഈ 3 ഏരിയകൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ നടന്നിട്ടുണ്ട്. മെനി കാൻഡിഡേറ്റ്സ് ഓവർ പ്രിപ്പയർ ലിറ്ററേച്ചർ ആൻഡ് അണ്ടർ പ്രിപ്പയർ ലിംഗ്വിസ്റ്റിക്സ്. ഇത് കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റുകളിൽ ഒന്നാണ്. കാരണം അതിപ്പോ ഏത് പരീക്ഷയാണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോ HSLC പരീക്ഷ നടന്നു, എനിക്കറിയാവുന്ന 95% കുട്ടികൾ ലിറ്ററേച്ചർ കൂടുതൽ പ്രിപ്പയർ ചെയ്തു, ലിംഗ്വിസ്റ്റിക്സ് കുറച്ച് മാത്രം പ്രിപ്പയർ ചെയ്തു. വേണമെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് ഇപ്പൊ പറയാം, അതുകൊണ്ട് കാര്യമായില്ലേ, ലിംഗ്വിസ്റ്റിക്സിന് ചോദ്യം വന്നില്ലല്ലോ. പക്ഷെ എപ്പോഴും അതൊരു സേഫ് സ്റ്റാൻഡ് അല്ല. ഇപ്പോ സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ, ഇവരുടെ എല്ലാവരുടെയും പ്രത്യേകത എന്താണ്? ബ്രിട്ടീഷ് ലിറ്ററേച്ചറും അമേരിക്കൻ ഇന്ത്യനും ഒക്കെ അരച്ച് കലക്കി കുടിക്കും. എന്നാൽ ലിംഗ്വിസ്റ്റിക്സും തിയറിയൊന്നും അത്ര കണ്ട് ശ്രദ്ധ കൊടുക്കാറില്ല. സോ ദിസ് പേപ്പർ റിവാർഡ്സ് ബാലൻസ്ഡ് പ്രിപ്പറേഷൻ. സോ കഴിഞ്ഞ ലിസ്റ്റിൽ ഇടം പിടിച്ച ആൾക്കാർ എല്ലാവരും തന്നെ ഒരു ബാലൻസ്ഡ് പ്രിപ്പറേഷൻ നടത്തിയവർ തന്നെ ആയിരിക്കും. കാരണം ഇത്രയും ഒരു ഈക്വൽ ഡിവിഷനാണ് ഈ 3 ഏരിയകൾക്ക് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്ന ബ്രിട്ടീഷ് ലിറ്ററേച്ചറും, അതുപോലെ തന്നെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഈ ലിംഗ്വിസ്റ്റിക്സും ഏകദേശം എന്താ പറയാ, ഒരേപോലെ വന്നു. ഒരേ വെയിറ്റേജിലല്ലേ ഏകദേശം വന്നിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. The examiner doesn't ask definitions alone. Notice the questions. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
എക്സാമിനർ ചോദിച്ചത് ഡെഫിനിഷൻസ് മാത്രമല്ല, ഡസൻ ആസ്ക് ഡെഫിനിഷൻസ് എലോൺ. ഡിഫൈൻ റൊമാൻറ്റിക് പോയട്രി, അല്ലെങ്കിൽ ഡിഫൈൻ പത്തറ്റിക് ഫാലസി, അല്ലെങ്കിൽ ഡിഫൈൻ പോസ്റ്റ് മോഡേണിസം, പോസ്റ്റ് സ്ട്രക്ചർ, അങ്ങനെയുള്ള കേവലം അത് ഡിഫൈൻ ചെയ്യൂ എന്ന രീതിയിലല്ല ചോദിച്ചത്. നോട്ടീസ് ദ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചാൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് ആസ്കിങ് ഡിഫൈൻ മോക്കെപ്പിക്, മോക്കെപ്പിക് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനായിരുന്നില്ല ചോദ്യം. എക്സ്പ്ലെയിൻ മാക് ഫ്ലെക്നോ ആസ് എ മോക്കെപ്പിക്. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ അത്രയും ബ്രോഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയൂ. കാരണം ചോദ്യം എന്താണ്? മാക് ഫ്ലെക്നോ ആസ് എ മോക്കെപ്പിക്. അപ്പോ മോക്കെപ്പിക് എന്താണെന്ന് അറിയണം, അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് അറിയണം, അതെങ്ങനെ മാക് ഫ്ലെക്നോ എന്ന കവിതയിൽ വന്നു എന്നറിയണം. അങ്ങനെയാണെങ്കിൽ മാക് ഫ്ലെക്നോ എന്ന കവിത നല്ലപോലെ അറിഞ്ഞിരിക്കണം, ഡ്രൈഡനെ നല്ലപോലെ പഠിച്ചിരിക്കണം. കണ്ടില്ലേ, ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് ഇത്തരം അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാംസിൽ വരിക. മനസ്സിലായല്ലോ? ഇത്തരം ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിലെല്ലാം നമ്മൾ എഴുതി ഫലിപ്പിക്കേണ്ട പരീക്ഷയാണല്ലോ, അതുകൊണ്ട് തന്നെ ഈ രീതിയിലാണ് ചോദിച്ചു കണ്ടത്. ഡെഫിനിഷൻസ് മാത്രമായിട്ട് ചോദിച്ചില്ല, മറിച്ച് എങ്ങനെയാ ചോദിച്ചത്? മാക് ഫ്ലെക്നോ ആസ് എ മോക്കെപ്പിക്, അങ്ങനെ തന്നെ ചോദിച്ചു. ഇൻസ്റ്റെഡ് ഓഫ് ഡിഫൈൻ ഡിസ്റ്റോപ്പിയ, ഡിസ്റ്റോപ്പിയ അല്ലെങ്കിൽ ഡിസ്റ്റോപ്പിയൻ ഫിക്ഷൻ എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരം ദേ ആസ്ക്ഡ് എക്സ്പ്ലെയിൻ 1984 ആസ് എ ഡിസ്റ്റോപ്പിയൻ നോവൽ. അങ്ങനെ വരുമ്പോൾ ഡിസ്റ്റോപ്പിയൻ നോവൽ എന്താണെന്ന് അറിയിക്കണം, ഡിസ്റ്റോപ്പിയ ആ ആശയം അറിഞ്ഞിരിക്കണം, അത് എവിടുന്ന് വന്നു, ഉട്ടോപ്പിയ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റണം, പറയാൻ പറ്റണം. പിന്നെ 1984 എന്ന നോവലിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം, ജോർജ് ഓർവെൽ. കണ്ടില്ലേ? അപ്പൊ സമഗ്രമായ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ സാധിക്കുക. ഒരിക്കലും ഡെഫിനിഷൻസ് ഒള്ളി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലഭിക്കില്ല എന്നുള്ളത് ഇപ്പോഴേ മനസ്സിലാക്കി പോവുക. ഇൻസ്റ്റെഡ് ഓഫ് ഡിഫൈൻ ആർക്കിടൈപ്പ്, ആർക്കിടൈപ്പ് എന്താണെന്ന് ചോദിക്കുന്നതിന് പകരം ആർക്കിടിപ്പൽ ക്രിറ്റിസിസം എന്താണെന്നുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. മനസ്സിലായില്ല? അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, PSC expects candidates to apply concepts to text, not merely reproduce definitions. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ശ്രദ്ധിക്കുക. PSC കാൻഡിഡേറ്റ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങൾ കുറെ ഡെഫിനിഷൻസ് നിങ്ങൾക്ക് അറിയാമോ എന്നതല്ല. അവർ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആ ആശയം അറിയാമോ എന്നതല്ല. ആ ആശയം ഈ ടെക്സ്റ്റിൽ എങ്ങനെ വന്നിരിക്കുന്നു എന്നതറിയാമോ, അതാണ് കൃത്യമായിട്ട് പരിശോധിച്ചത്. നോട്ട് മിയർലി ടു റീപ്രൊഡ്യൂസ് ഡിഫിനിഷൻസ്. ദ കാൻഡിഡേറ്റ് ഷുഡ് അപ്ലൈ കോൺസെപ്റ്റ്സ് ടു ടെക്സ്റ്റ്. ആ ടെക്സ്റ്റിൽ ആ കോൺസെപ്റ്റുകൾ എങ്ങനെ വന്നു, അല്ലെങ്കിൽ ആ ടെക്സ്റ്റിൽ ആ കോൺസെപ്റ്റ്സ് എങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം മാക് ഫ്ലെക്നോ ആസ് എ മോക്കെപ്പിക്, അപ്പൊ മോക്കെപ്പിക്കിന്റെ ആ ഫീച്ചേഴ്സ് എങ്ങനെയാണ് മാക് ഫ്ലെക്നോയിൽ വന്നിട്ടുള്ളത്, എങ്ങനെയാണ് അതിൽ പ്രതിഫലിച്ചിട്ടുള്ളത്, ഇത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അറിയാമോ? ഇതാണ് PSC എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ആപ്ലിക്കേഷൻ ലെവൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഏതൊക്കെ ടെക്സ്റ്റുകൾ പഠിക്കാനുണ്ടോ അതിന്റെ എല്ലാം ഈ പറഞ്ഞ ക്രിട്ടിക്കൽ ആംഗിൾ നല്ലതുപോലെ പഠിച്ചു വെക്കണം. അതിനോട് മനസ്സിലായി കാണുമല്ലോ. ലിറ്ററേച്ചർ ഇസ് ഓതർ സെൻട്രിക്. ഇനി ലിറ്ററേച്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കിയോ. അപ്പൊ ഓരോരോ ഒബ്സർവേഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ആദ്യം നോക്കിയ ഒബ്സർവേഷൻ എന്തായിരുന്നു? പറഞ്ഞു ഓർത്തോർത്ത് പോണം. ആദ്യത്തെ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ലിറ്ററേച്ചർ ഒള്ളി അല്ല, അതേ വെയിറ്റേജ് ലിംഗ്വിസ്റ്റിക്സിന് ലഭിച്ചു. 2, ഡെഫിനിഷൻസ് മാത്രമായിട്ട് ചോദിച്ചില്ല, മറിച്ച് ആ കോൺസെപ്റ്റ്സ് ടെക്സ്റ്റുകൾ അപ്ലൈ ചെയ്യാൻ അറിയാമോ എന്ന് ചോദിച്ചു. ഇനി ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഓതർ സെൻട്രിക്. ഇനി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പോലെയുള്ള ഏരിയ, ലിറ്ററേച്ചർ ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നോക്കി. മാർവെൽ, കോൾറിച്ച്, മായ ആഞ്ചലോ, മോറിസൺ, ബെക്കറ്റ്, നിസിം എസക്കിയൽ, ഡ്രൈഡൻ, എലിയട്ട്, കീറ്റ്സ്, ഷെല്ലി, വാൾട്ടർ സ്കോട്ട്. സോ ഇത്രയും ഓതേഴ്സ് ആണ് വന്നത്. ശ്രദ്ധിക്കുക. മാർവൽ 1, 2 കോൾറിച്ച്, 3 ആഞ്ചലോ, 4 മോറിസൺ, 5 ബെക്കറ്റ്, 6 എസക്കിയൽ, 7 അനിതാ ദേശായി, 8 ഡ്രൈഡൻ, 9 എലിയട്ട്, 10 കീറ്റ്സ്, 11 ഷെല്ലി, 12 വാൾട്ടർ സ്കോട്ട്. സോ 12 ഓതേഴ്സിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് വന്നത്. ഇത്ര ഓതേഴ്സ് ആയിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. നമുക്ക് എന്തോലും എഴുത്തുകാരെ പഠിക്കാനുണ്ടെന്ന് അറിയാമല്ലോ. ഇരട്ടി ഓതേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഈ 12 ആൾക്കാരെയാണ് ചോദിച്ചു കണ്ടത്. സോ ലിറ്ററേച്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഓതർ സെൻട്രിക്. ഇനി ആ ഓതേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഓൾമോസ്റ്റ് എവരി ക്വസ്റ്റ്യൻ റിവോൾവ്സ് അറൌണ്ട് എ മേജർ കാനോണിക്കൽ ഓതർ. 12 റൈറ്റേഴ്സ് ആണ്. പക്ഷെ ആ 12 പേരും മാർവൽ മെറ്റാഫിസിക്കലിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, കോൾറിച്ച് റൊമാന്റിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, മായ ആഞ്ചലോ, മോറിസൺ, ബെക്കറ്റ്, ഇവരെല്ലാവരും ഈ പറഞ്ഞ അതാത് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് അവരെ പെടുത്തുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ മായ ആഞ്ചലോയും മോറിസണും എല്ലാം. മോറിസൺ പ്രധാനപ്പെട്ട നോവലിസ്റ്റ്, മായ ആഞ്ചലോ ഏറ്റവും പ്രധാനപ്പെട്ട ഫെമിനിസ്റ്റ് റൈറ്റർ, ബെക്കറ്റ്
അബ്സേർഡ് തിയേറ്ററിന്റെ റെപ്രസെന്റേറ്റീവ് റൈറ്റർ എസെക്കിയൽ, ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് അനിതാ ദേശായി, ഇന്ത്യൻ ഫെമിനിസ്റ്റ് റൈറ്റർ, ദെൻ ഡ്രൈഡൻ, ദെൻ എലിയട്ട്, മോസ്റ്റ് റെപ്രസെന്റേറ്റീവ് പോയറ്റ് ഓഫ് ദ മോഡേൺ ഏജ്, കീറ്റ്സ്, ബെസ്റ്റ് പോയറ്റ് ഓഫ് ദ റൊമാന്റിക് പീരിയഡ്, ഷെല്ലി, ഓൾസോ ദ ബെസ്റ്റ് പോയറ്റ് ഓഫ് ദ റൊമാന്റിക് പീരിയഡ്, വാൾട്ടർ സ്കോട്ട്, ദ ഫാദർ ഓഫ് ഹിസ്റ്റോറിക് ഫിക്ഷൻ. കണ്ടല്ലോ, 12 ഓതേഴ്സ്. പക്ഷെ ആ 12 ഓതേഴ്സും ഓൾമോസ്റ്റ് ഓൾ ക്വസ്റ്റ്യൻ റിവോൾവ് അറൌണ്ട് എ മേജർ കനോണിക്കൽ ഓതർ. കണ്ടല്ലോ, വന്നത് 12. ഈ 12 എഴുത്തുകാരെ ബേസ് ചെയ്താണ് ചോദ്യങ്ങൾ വന്നത്. പക്ഷെ ആ 12 പേരും കനോണിക്കൽ ഓതേഴ്സ് തന്നെയായിരിക്കും. ഓക്കെ, സോ പ്രിഡിക്ഷൻ, അതിനെ ബേസ് ചെയ്ത് ഞാൻ വേണമെങ്കിൽ ഒരു പ്രിഡിക്ഷൻ പറയാം. ഈ ഒരു വിലയിരുത്തലിനെ ബേസ് ചെയ്ത് പറയുന്ന പ്രവചനമാണ്. ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്നല്ല. ഈ വിലയിരുത്തലിനെ ബേസ് ചെയ്താണെങ്കിൽ ഫ്യൂച്ചർ പേപ്പേഴ്സ് ആർ ലൈക്ലി ടു കണ്ടിന്യൂ ഫോക്കസിങ് ഓൺ. ഇനി വരാൻ പോകുന്ന ഈ പരീക്ഷകളെല്ലാം തന്നെ, ഈ വരാൻ പോകുന്ന എക്സാം തന്നെ മേജർ ഓതേഴ്സിനെ തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സിഗ്നേച്ചർ വർക്ക്സ് തന്നെയായിരിക്കും ചോദിക്കുക. പ്രധാനപ്പെട്ട ഓതേഴ്സിന്റെ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകൾ തന്നെയായിരിക്കും ചോദിക്കുക. അവരുടെ റെപ്രസെന്റേറ്റീവ് ഐഡിയാസ് തന്നെയായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, റാദർ ദാൻ ഒബ്സ്ക്യൂർ റൈറ്റേഴ്സ്. ഇപ്പൊ നമുക്ക് അറിയാലോ, 100ഓളം വരുന്ന ടെക്സ്റ്റുകൾ പഠിക്കാനുണ്ട്, 100ഓളം വരുന്ന എഴുത്തുകാരുണ്ട്. അത് നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാർ ഇപ്പൊ മിൽട്ടൺ, ഷേക്സ്പിയർ, വേർഡ്സ്വർത്ത്, കീറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ഏറ്റവും പ്രധാനപ്പെട്ട. എന്നാൽ ചില എഴുത്തുകാരുണ്ട് നമ്മൾ അങ്ങനെ അത് അത്രയും പ്രധാനപ്പെട്ടാണ് നമ്മൾ പറയാൻ സാധ്യതയില്ല. ഇപ്പൊ ടോം ഗൺ എന്നൊക്കെ നമ്മൾ ഉറപ്പായിട്ടും ടോം ഗണ്ണിനെ പഠിച്ചിട്ട് പോകണമെന്ന് പറയാൻ സാധ്യതയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പരീക്ഷ എന്താണ് ചോദിച്ചത്? മേജർ കാനോണിക്കൽ റൈറ്റേഴ്സിനെ ബേസ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ ഇനി വരാൻ പോകുന്ന പരീക്ഷയും പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്സ്, ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും ചോദിക്കുക. അല്ലാതെ ഒരു എന്താ പറയാ, അത്ര കണ്ട് ഫേമസ് അല്ലാത്ത എഴുത്തുകാരിലേക്ക് ഫോക്കസ് പോകുമോ എന്ന് സംശയം നമുക്കുണ്ട്. അടുത്ത കാര്യം, ലിറ്റററി തിയറി ഹാസ് ഹൈ വെയിറ്റേജ്. അടുത്തൊരു ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ലിറ്റററി തിയറിക്ക് നല്ല വെയിറ്റേജ് ലഭിച്ചു അല്ലേ? ഏകദേശം 20ഓളം മാർക്ക് വരുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻസ് എന്തൊക്കെയായിരുന്നു ചോദിച്ചിരുന്നത്? ഫാൻസി, ഇമാജിനേഷൻ, ലോറ മെൽവേ, ആർക്കിടെക്ചറൽ ക്രിറ്റിസിസം, കോഗ്നിറ്റിവിസം, രസ, ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. ടോട്ടൽ നിയർലി 25 മാർക്സ്. കണ്ടല്ലോ, ലിറ്റററി തിയറിക്ക് നല്ല വെയിറ്റേജ് ഉണ്ടായിരുന്നു. നമ്മൾ ലിറ്ററേച്ചർ പാർട്ടിന് എത്രത്തോളം കൊടുത്തോ അത്രയും തന്നെ വെയിറ്റേജ് തിയറിക്ക് ഉണ്ടായിരുന്നു. തിയറിയിലെയും ക്വസ്റ്റ്യൻസ് എവിടുന്നാണ് വന്നത്? ഫാൻസി ആൻഡ് ഇമാജിനേഷൻ, കോൾറിച്ച്, ലോറ മെൽവേ, ഏറ്റവും പ്രധാന കൾച്ചർ സ്റ്റഡീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൈറ്റർ, ആർക്കിടെക്ചറൽ ക്രിറ്റിസിസം, കോഗ്നിറ്റിവിസം, പിന്നെ അറിയാലോ നമ്മൾ എല്ലാവരും അങ്ങ് നെഗ്ലക്ട് ചെയ്ത് കളയുന്ന രസ, ഇന്ത്യൻ എസ്തെറ്റിക്സ്, ട്രഡീഷൻ, ഇൻഡിവിജ്വൽ ടാലന്റ്. പിന്നെ അറിയാലോ, ഇത് എന്തായാലും 100% ചോദിക്കുമെന്ന് എല്ലാ ആൾക്കാരും ഒന്ന് പ്രവചിച്ചതാണ്. ട്രഡീഷൻ, ഇൻഡിവിജ്വൽ എപ്പോഴും ചോദിക്കും. അത് ഏത് മത്സര പരീക്ഷയും ചോദിക്കുന്നത്. 25 മാർക്കിന് അടുപ്പിച്ച് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. സോ ഇത് മനസ്സിലാക്കണം. ഇവിടുന്ന് മനസ്സിലാക്കേണ്ട ഒരു ഹിഡൻ പാറ്റേൺ എന്താണെന്നറിയോ? നോട്ടീസ് ദ ഡൈവേഴ്സിറ്റി. 1 ക്വസ്റ്റ്യൻ ഈച്ച് ഫ്രം. ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. എത്ര ആൾക്കാരെ ചോദിച്ചു എന്നതല്ല, അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന പാറ്റേൺ എന്താണ്? ആരെയൊക്കെയാണ് ചോദിച്ചത്? കോൾറിച്ച്, മൽവേ, ആർക്കിടെക്ചറൽ ക്രിറ്റിസിസം, കോഗ്നിറ്റിവിസം, രസ, ട്രഡീഷൻ, ഇൻഡിവിജ്വൽ ടാലന്റ്. ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നൊരു ഹിഡൻ പാറ്റേൺ മനസ്സിലാവും. എന്തൊക്കെയാണ്? 1 ക്വസ്റ്റ്യൻ ഈച്ച് ഫ്രം. ക്ലാസിക്കൽ ഇന്ത്യൻ തിയറിയിൽ നിന്നൊരു ചോദ്യം വന്നു, മോഡേൺ ക്രിറ്റിസിസത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, ആർക്കിടെക്ചറൽ ക്രിറ്റിസിസം വന്നല്ലോ, ഫിലിം തിയറിയിൽ നിന്ന് മൽവേ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നു, കോഗ്നിറ്റീവ് തിയറിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, റൊമാന്റിക് ക്രിറ്റിസിസത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, മോഡേൺ ക്രിറ്റിസിസത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു. കണ്ടല്ലോ, എല്ലാ ഏരിയയും ടച്ച് ചെയ്താണ് പോയത്. എല്ലാ ഏരിയയും ടച്ച് ചെയ്തു. ഇംഗ്ലീഷ് ക്രിറ്റിസിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൊമാന്റിക് ക്രിറ്റിസിസം, മോഡേൺ ക്രിറ്റിസിസം, എല്ലായിടത്തു നിന്നും ക്വസ്റ്റ്യൻ വന്നു ഇല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കും ഇതെല്ലാം റാൻഡം ക്വസ്റ്റ്യൻസ് ആണെന്ന്. അല്ല, ആ തിയറി പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന എഴുത്തുകാരെയും അവരിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു ഹിഡൻ പാറ്റേൺ ഉണ്ട്. ഏകദേശം എല്ലായിടത്തുനിന്നും ആ ഡൈവേഴ്സിറ്റി നമുക്ക് മനസ്സിലാക്കാം. ദ എക്സാമിനർ ഇന്റൻഷനലി സ്പ്രെഡ്സ് തിയറി അക്രോസ് പീരീഡ്സ് റാദർ ദാൻ കോൺസെൻട്രേറ്റിംഗ് ഓൺ വൺ സ്കൂൾ. ഏതെങ്കിലും ഒരു സ്പെസിഫിക് പീരീഡ്, ഒരു സ്പെസിഫിക് സ്കൂൾ, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച നിലയിലായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത്. എല്ലായിടത്തും ഒന്ന് തഴുകി തലോടിയാണ് പോയത്. മനസ്സിലായല്ലോ? അപ്പൊ ആ പാറ്റേൺ മനസ്സിലാക്കുക. ദെൻ ലിംഗ്വിസ്റ്റിക്സ് ക്യാരി ഹെവി വെയിറ്റ്. അറിയാലോ, ലിറ്ററേച്ചറിന് എത്രത്തോളം വെയിറ്റേജ് ഉണ്ടോ അത്ര തന്നെ ക്രിറ്റിസിസത്തിനും തിയറിക്കും കിട്ടി, അത്ര തന്നെ ലിംഗ്വിസ്റ്റിക്സും കിട്ടി. ഒരുപാട് വിദ്യാർത്ഥികൾ, എനിക്ക് ഉറപ്പാണ് അന്ന് എഴുതിയതിൽ വലിയൊരു ശതമാനം വിദ്യാർത്ഥികൾക്ക്
നല്ലതുപോലെ പെർഫോം ചെയ്യാൻ പറ്റാതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതാണ് അല്ലേ. ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് എന്തൊക്കെയാ ചോദിച്ചത്? ബ്ലെൻഡിങ്, നേസൽസ്, വേർഡ് ക്ലാസസ്, സ്ട്രെസ് മാർക്കിംഗ്, ട്രാൻസ്ക്രിപ്ഷൻ. ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡിഗ്രി PG ലെവലാണ്. എല്ലാം തന്നെ. ബ്ലെൻഡിങ് എന്താ, നമ്മൾ PhDക്ക് പോയിട്ട് മനസ്സിലാക്കുന്ന സാധനമാണ്, അല്ലെ പിന്നീട് നെറ്റിന് വേണ്ടി പഠിച്ച് തുടർ വായന എടുത്ത് മനസ്സിലാക്കേണ്ട കാര്യം അല്ല. നേസൽസ് ഡിഗ്രിക്ക് പഠിക്കുന്നതല്ലേ. വേർഡ് ക്ലാസസ്, സ്ട്രെസ് മാർക്കിംഗ് ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്സിലെ പിള്ളേർക്ക് വരെ അറിയാം. ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ എല്ലാ ഡിഗ്രി PG ലെവലിലെ ക്വസ്റ്റ്യൻ, അതും ഏകദേശം 20 മാർക്ക് അടുപ്പിച്ച്. കണ്ടല്ലോ. അപ്പൊ ലിംഗ്വിസ്റ്റിക്സിനും അത്രയും തന്നെ വെയിറ്റേജ് ഉണ്ടായിരുന്നു. പല വിദ്യാർത്ഥികളും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. പലർക്കും കിട്ടിയ ഒരു ഇരുട്ടടിയായിരുന്നു ആ ലിംഗ്വിസ്റ്റിക്സിന് 20 മാർക്ക് അല്ലെ. അതുപോലെ ഇപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടായിരുന്ന ഏരിയ ഏതാണ്, നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ കഴിഞ്ഞ പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം കേട്ടോ. ഇനി അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, PSC is ടെസ്റ്റിംഗ് അബ്സ്ട്രാക്ട് ലിംഗ്വിസ്റ്റിക്സ് അലോൺ. ലിംഗ്വിസ്റ്റിക്സിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ എന്തെങ്കിലും അറിവുണ്ടോ എന്ന് ഈ പറയുന്ന പോലെ എന്താ പറയാ, അങ്ങനെ അങ്ങ് ലിംഗ്വിസ്റ്റിക്സ് ഇത്തരം കാര്യങ്ങൾ അറിയാമോ എന്നതല്ല നോക്കുന്നത്. അവിടെ ഒരു പാറ്റേൺ ഉണ്ട്. മോർഫോളജി, ഫോണറ്റിക്സ്, ഫോണോളജി, ഗ്രാമർ എല്ലാം തൊട്ട് തലോടിയാണ് പോയത്. അതായത് ലിംഗ്വിസ്റ്റിക്സിന്റെ എല്ലാ ബ്രാഞ്ചസിലൂടെയും കയറി ഇറങ്ങിയാണ് പോയത്. ഫോണോളജി, മോർഫോളജി, സിന്റാക്സിലൂടെ എല്ലാം കയറി ഇറങ്ങിപ്പോയി. ദിസ് സജസ്റ്റ് ബ്രോഡ് ഫൗണ്ടേഷണൽ നോളജ് ഇസ് എക്സ്പെക്റ്റഡ്. അതായത് ലിംഗ്വിസ്റ്റിക്സിൽ ഈ പറഞ്ഞ ഒരു പരന്ന അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് നല്ലപോലെ എഴുതാൻ സാധിക്കൂ. ചോദ്യങ്ങളെല്ലാം ഡിഗ്രി PG ലെവലാണ്, പക്ഷെ എല്ലാ മേഖലയും ഈ നേരത്തെ പറഞ്ഞ പോലെ തൊട്ട് തലോടി തന്നെയാണ് പോയിരിക്കുന്നത് അല്ലേ. മോർഫോളജി, ഫോണറ്റിക്സ്, ഫോണോളജി, ഗ്രാമർ എല്ലാ മേഖലയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നു. എവറി ലിറ്റററി പീരിയഡ് ഗെറ്റ്സ് റെപ്രസെന്റേഷൻ. ഇനി അപ്പോ വെയിറ്റേജിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ലിറ്ററേച്ചറിന് ഇത്ര, ലിംഗ്വിസ്റ്റിക്സിന് ഇത്ര, ലിറ്റററി തിയറിക്ക് ഇത്ര, ഇതെല്ലാം പറഞ്ഞു. അതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഇൻസൈറ്റുകൾ നമുക്ക് മനസ്സിലായി. അതായത് തിയറി എല്ലാ പീരിയഡും തൊട്ട് തലോടിയാണ് പോയത്. ലിംഗ്വിസ്റ്റിക്സ് ഈ പറഞ്ഞ എല്ലാ ഏരിയയും കവർ ചെയ്താണ് പോയത്. മേജർ കനോണിക്കൽ ഓതേഴ്സിനെ ടച്ച് ചെയ്താണ് പോയത്. ഇതെല്ലാം പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇറങ്ങി ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. എവരി ലിറ്റററി പീരിയഡ് ഗെറ്റ്സ് റെപ്രസെന്റേഷൻ. മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലഘട്ടത്തിനും കൃത്യമായിട്ട് ഒരു പരാമർശം ഉണ്ടായിരുന്നു. നോക്കിയേ, റിനൈസൻസ് പീരിയഡ്, ആ ടൈമിൽ ഏകദേശം നമ്മുടെ മാർവലിനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റെസ്റ്റോറേഷനിൽ നിന്ന് ഡ്രൈഡൻ, റൊമാൻറ്റിക്കിൽ നിന്ന് കോൾറിച്ച്, കീത്ത് ഷെല്ലി. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ ഇതാണ് കേട്ടോ. റൊമാൻറ്റിക്കിൽ നിന്ന് 3 പേരെ ചോദിച്ചു. വിക്ടോറിയയിൽ നിന്ന് വാൾട്ടർ സ്കോട്ട്. ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ആണലിന്റെയും ടെന്നിസിനെയൊക്കെ പഠിച്ചിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക, പക്ഷെ വാൾട്ടർ സ്കോട്ടിനെയാണ് ചോദിച്ചത്. മോഡലിൽ നിന്ന് എലിയട്ട് ബെക്കറ്റ്, പോസ്റ്റ് കോളോണിയിൽ നിന്ന് അനിത ദേശായി എസക്കിയൽ, അമേരിക്കയിൽ നിന്ന് ആഞ്ചലോ മോറിസൺ. കണ്ടല്ലോ, എല്ലാ കാലഘട്ടത്തിനും ഒരു റെപ്രസെന്റേഷൻ കിട്ടി. ആരെയും വിട്ട് കളഞ്ഞില്ല. PSC ഡെലിബറേറ്റ്ലി അവോയ്ഡ്സ് ഓവർലോഡിങ് വൺ ഹിസ്റ്റോറിക്കൽ പീരീഡ്. ഒരു പീരീഡിൽ നിന്ന് ഇപ്പൊ വേണമെങ്കിൽ ഒരു 30% ക്വസ്റ്റ്യൻസും മോഡേൺ ഏജിൽ നിന്ന് വന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. എല്ലാവരും പറയും മോഡേൺ പീരീഡിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, പഴയ ആൾക്കാരെയൊക്കെ എന്തിനാ ചോദിക്കുന്നതെന്ന്. പക്ഷേ എല്ലാം കയറി ഇറങ്ങിയല്ലോ. റിനൈസൻസ് പീരീഡിൽ നിന്ന് തുടങ്ങി പോസ്റ്റ് കൊളോണിയൽ പീരീഡ് വരെയും അത്രയും എല്ലാം കയറി ഇറങ്ങിയാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ പീരീഡിലും ഈ പറയുന്ന പോലെ നല്ല രീതിയിലുള്ള റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും ചോദ്യം വന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്, ഒന്നും വിട്ട് പഠിക്കരുത്. ഒരിക്കലും വിചാരിക്കരുത് 15-ാം നൂറ്റാണ്ടിൽ ഇത്ര എഴുത്തുകാരിലേ ഉള്ളൂ അവരെ നോക്കേണ്ടത്. അവരെയും പഠിക്കണം. ക്വസ്റ്റ്യൻസ് ആർ തീം ബേസ്ഡ്. ഇനി ചോദ്യങ്ങളുടെ സ്വഭാവം നമുക്ക് നോക്കാം. ഇതൊക്കെ എവിടുന്ന് വന്നു, ആരെയൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ചോദ്യങ്ങളുടെ സ്വഭാവത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ലുക്ക് കെയർഫുള്ളി. വെരി ഫ്യൂ ആസ്ക് വെൻ വാസ് ഓർ ഹൂ റോട്ട്. എന്നായിരുന്നു അതൊക്കെ സംഭവിച്ചത്, ആരൊക്കെയാണ് ഇതിനെക്കുറിച്ച് എഴുതി, അതിനെക്കുറിച്ച് അങ്ങനെയുള്ള എന്താ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസ് അല്ല, അല്ലെങ്കിൽ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ. ഇൻസ്റ്റെഡ് തീംസ്, സിംബൽസ്, ഐഡന്റിറ്റി, നേച്ചർ, ജെൻഡർ, ട്രഡീഷൻ, ഇമാജിനേഷൻ, ഡിസ്റ്റോപ്പിയ, ഇത്രയും കാര്യങ്ങളാണ് വന്നത്. ക്വസ്റ്റ്യൻസിന്റെ സ്വഭാവം നോക്കി. ബേസ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ഇല്ല. ബേസ് ലെവൽ ഇല്ല. ലിറ്ററേച്ചർ ബേസ്ഡിൽ, ലിംഗ്വിസ്റ്റിക്സിൽ ബേസ് ലെവൽ തന്നെയാണ് ചോദിച്ചത്, സംശയമൊന്നുമില്ല. ലിറ്ററേച്ചറിലേക്ക് വന്നപ്പോൾ ചോദിച്ചതാണ് തീംസ്, സിംബൽസ്, ഐഡന്റിറ്റി, നേച്ചർ, ജെൻഡർ, ട്രഡീഷൻ, ഇമാജിനേഷൻ. സോ ഏത് ടെക്സ്റ്റ് നിങ്ങൾ പഠിക്കുമ്പോഴും എന്ത് ചെയ്യുക,
ഈ ആസ്പെക്ട്സിലൂടെ എല്ലാം കയറി ഇറങ്ങുക. അല്ലെങ്കിൽ എനിക്കറിയാം നോവൽ നിങ്ങൾ പഠിക്കുമ്പോൾ തീംസ്, സിംബൽസ്, ഐഡന്റിറ്റി ഒക്കെ പഠിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യങ്ങളും കൂടെ നോക്കാൻ പറ്റും. അതിന്റെ ക്രിട്ടിക്കൽ റീഡിങ് കുറച്ചുകൂടെ വ്യാപിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഒരു PSCയുടെ ലൈവ് എടുത്ത സമയത്ത് ഏത് ചാപ്റ്ററാണ് എനിക്കൊന്ന് മേർഡർ ഇൻ ദ കത്തീഡ്രലോ അല്ലെ വേറെ ഓൾഡ് മാൻ ആൻഡ് ദ സീ എടുത്താന്ന് തോന്നുന്നു. അപ്പോൾ ഓൾഡ് മാൻ ദ സീയുടെ ലൈവ് എടുത്ത് നിന്നപ്പോൾ ഞാൻ ഈ ബ്ലൂ ഹ്യൂമാനിറ്റീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും, അത്തരം വായനകൾക്ക് പുതിയ പേഴ്സ്പെക്റ്റീവ് കൊടുക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതും നിങ്ങൾ ശ്രമിക്കുക. ഇപ്പൊ എല്ലാ ക്ലാസ്സിലും ഞാൻ അത്തരം കാര്യങ്ങളോട് പറയും. പുതിയ പുതിയ ഈ പറയുന്ന തിയറട്ടിക്കൽ കോൺസെപ്റ്റ്സ് എടുത്ത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കുക എന്നുള്ളത്. നിങ്ങൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ നോക്കാറുള്ളതായിരിക്കും, പക്ഷെ പുതിയായിട്ടുള്ള ആസ്പെക്ട്സും കൂടെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ദ എക്സാമിനർ റിവാർഡ്സ് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓവർ ഫാക്ച്വൽ റീകോൾ. ഫാക്ച്വൽ റീകോൾ നമുക്ക് എപ്പോഴാണ് വേണ്ടത്? നെറ്റ് പോലുള്ള പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴാണ്. നെറ്റിനൊക്കെ നമുക്ക് ഫാക്ച്വൽ റീകോൾ അല്ലേ? ആരെന്തെഴുതി, എപ്പോ വെച്ച്, എപ്പോഴാണ് അയാളോട് ഇങ്ങനെ പറഞ്ഞത്, അയാൾ എന്ത് വസ്ത്രം ധരിച്ചു, അയാൾ എവിടെ പോയി, ഏത് സ്ഥലത്ത് പോയി, ആരെ കല്യാണം കഴിച്ചു, അച്ഛൻ ആര്, അമ്മയാണ്, ഇതെല്ലാം നെറ്റ് ലെവൽ. എന്നാൽ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ് എക്സാമിനറിന് വേണ്ടത്. PSC പരീക്ഷയിലേക്ക് വരുമ്പോഴത്തേക്ക് എക്സാമിനറിന് വേണ്ടത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ്. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാം. ഇനി ലോങ് എസ്സൈസിലേക്ക് നമുക്ക് പോവാം. ലോങ് എസ്സൈസ് റിവീൽ പ്രയോറിറ്റീസ്. only 4 ലോങ് എസ്സൈസ്. അറിയാലോ, 4 ലോങ് എസ്സൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് എഴുതാം. ചോയ്സിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയണ്ടല്ലോ. ഓൾ ഡിമാൻഡ് ഇന്റർപ്രിട്ടേഷൻ. 4 ലോങ് എസ്സൈസ് ചോദിച്ചു. ഈ 4 ലോങ് എസ്സൈയും ഇന്റർപ്രിട്ടേഷൻ ബേസ്ഡ് ആയിരുന്നു. നോക്കിയേ, നേച്ചർ, ട്രഡീഷൻ, മോക്ക് എപ്പിക്, ഫെമിനിസം. ഇതായിരുന്നു ആ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട പോയിന്റ്സ്. സോ ഒന്നും തന്നെ എന്താ പറയുക, ശ്രദ്ധിച്ചോണം. ലോങ് എസ്സൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ പ്രയോറിറ്റീസ് വ്യക്തമായിട്ട് മനസ്സിലാവും. 4 ലോങ് എസ്സൈസും ഇന്റർപ്രിട്ടേഷൻസ് ഡിമാൻഡ് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക, 4 എണ്ണവും ഇന്റർപ്രിട്ടേഷൻ ഡിമാൻഡ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണോ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ 4 ക്വസ്റ്റ്യൻസും ഇന്റർപ്രിട്ടേഷൻസ് ബേസ് ചെയ്തായിരുന്നു. അപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, PSC വാല്യൂസ് അനാലിറ്റിക്കൽ റൈറ്റിംഗ്. ഇപ്പൊ ഫെമിനിസം, അനിതാ ദേശായിയുടെ നോവലിലെ ഫെമിനിസം ഈ പറഞ്ഞ ലോങ് എസ്സേ ആയിട്ടൊക്കെ വന്നിരുന്നു അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ടുള്ള അനാലിറ്റിക്കൽ റൈറ്റിംഗ്, അതായത് നിങ്ങൾക്കൊരു ആർഗ്യുമെന്റ് പറഞ്ഞ് ആർഗ്യുമെന്റിന് വേണ്ട തെളിവുകൾ നൽകി ബോഡി പാരഗ്രാഫ് ഒക്കെ വ്യക്തമായിട്ട് എഴുതി നല്ലപോലെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതാണ് PSC നോക്കുന്നത് ലോങ് എസ്സൈസിൽ. ഇപ്പൊ ലോങ് എസ്സൈസ് എല്ലാം തന്നെ ഇന്റർപ്രിട്ടേഷൻ ആണ് നോക്കുന്നത്, നിങ്ങളുടെ വ്യാഖ്യാനമാണ് അറിയേണ്ടത്. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾ സമ്മറൈസ് ചെയ്ത് കുറെ വസ്തുതകൾ എഴുതി വെച്ചിട്ട് കാര്യമില്ല. പുട്ട് ആർഗ്യുമെന്റ്സ്, ക്വാളിറ്റി ആർഗ്യുമെന്റ്സ്. കമ്പാരിറ്റീവ് തിങ്കിങ്. ഇനി 1-2 ക്വസ്റ്റ്യൻസ് എടുത്ത് ഞാൻ പറയാം. 20ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചു തന്നു. നേച്ചർ ഇൻ ഓഡ് ടു എ നൈറ്റിംഗേൽ ആൻഡ് ഓഡ് ടു ദ വെസ്റ്റ് വിൻഡ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ ട്രാപ്പ് ചെയ്ത് കളയും. ഇപ്പോ ഓഡ് ടു ദ വെസ്റ്റ് വിൻഡിനെ ബേസ് ചെയ്ത് ഒരു എസ്സേ എഴുതാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നൈറ്റിംഗേലിനെ ബേസ് ചെയ്ത് ഒരു എസ്സേ എഴുതാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. കൃത്യമായിട്ട് ആർഗ്യുമെന്റ്സ് ഫ്രെയിം ചെയ്ത് എഴുതാൻ അറിയായിരിക്കും. പക്ഷേ കമ്പയർ നേച്ചർ ഇൻ 2 കവിതകൾ തന്നിട്ട് 2ലും നേച്ചറിനെ എങ്ങനെ പ്രതിദാനം ചെയ്തിരിക്കുന്നു ചോദിക്കുമ്പോൾ ആ കമ്പാരിറ്റീവ് ക്വസ്റ്റ്യൻസ് ഇത്തിരി ടഫായിട്ട് വരും. ഇൻഡിവിജ്വൽ അപ്രിസിയേഷൻ അല്ല ചോദിച്ചത്, നോട്ട് ഇൻഡിവിജ്വൽ അപ്രിസിയേഷൻ, കമ്പാരിസൺ ആണ് ചോദിച്ചത്. ഇൻഡിവിജ്വൽ അപ്രിസിയേഷൻ എനിക്കറിയാം, ഡാം ഷുവർ ദാറ്റ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ക്യാൻ ക്രാക്ക് ഇറ്റ്. ഏകദേശം സ്റ്റുഡൻസിനൊക്കെ അത് പറ്റും. സോ ദിസ് ഇസ് എ ഹോൾമാർക്ക് ഓഫ് യൂണിവേഴ്സിറ്റി ലെവൽ വാല്യുവേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ PSC ഒക്കെ നടത്തുന്ന പരീക്ഷാ ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായി? ഒരു യൂണിവേഴ്സിറ്റി തലത്തിന് മുകളിലോട്ട് പോകുന്ന ലെവൽ ഇതാണ്. നിങ്ങൾ ഉറപ്പായിട്ടും 100% എക്സ്പെക്ട് കമ്പാരിറ്റീവ് തിങ്കിങ് ക്വസ്റ്റ്യൻസ്. അത് ആരെ എവിടെ എങ്ങനെ ചോദിക്കുമെന്നും പറയാൻ പറ്റത്തില്ല, പക്ഷെ ഉറപ്പായിട്ടും അതിന് വേണ്ട ഫ്രെയിം വർക്ക് എല്ലാം നിങ്ങൾ ഇപ്പോഴേ ട്രെയിൻ ചെയ്യണം. ഇപ്പോ നിങ്ങൾക്ക് അബ്സേർഡ് തിയേറ്ററുമായി ബന്ധപ്പെട്ട് 2 നാടകം ഉണ്ടെങ്കിൽ അതിന്റെ കമ്പാരിസൺ പഠിക്കണം. റൊമാൻറ്റിക് ഏജിലെ 3 പേരെ പഠിക്കണമെങ്കിൽ അതിന്റെ കമ്പാരിറ്റീവ് തിങ്കിങ്ങും പഠിച്ചു വെച്ചിരിക്കണം. കാരണം 100% ഉറപ്പാണ് അത് വന്നിരിക്കും. തിയറി ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു ലിറ്ററേച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞു ഏരിയ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു, മറിച്ച് തിയറി ക്വസ്റ്റ്യൻസ് പോലും ലിറ്ററേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. നോക്കിയേ, ലോറ മെൽവേ എന്ന് എന്താണ് വിമൻ ആസ് സിനിമ, വിമൻ ആസ് ഇമേജ് സിനിമ. ഈ കണക്ഷൻ ഉണ്ടാവും. രസ, ഇന്ത്യൻ എസ്തെറ്റിക്സ്, ട്രഡീഷൻ, മോഡേൺ പോയട്രി, ഫാൻസി, ഇമാജിനേഷൻ, റൊമാൻറ്റിക് പോയട്രി. കണ്ടില്ലേ? ആ ചോദിച്ചിരിക്കുന്ന സാധനം, ആ തിയറട്ടിക്കൽ കോൺസെപ്റ്റ് ലിറ്ററേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, തിയറി നെവർ അപ്പിയേഴ്സ് ഇൻ ഐസൊലേഷൻ. അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്.
തിയറി ഒരിക്കലും ഈ പറയുന്ന ഒരു ഒറ്റപ്പെട്ട ക്വസ്റ്റ്യൻ ആയിട്ട് നിലനിൽക്കത്തില്ല. മനസ്സിലായല്ലോ? അതിന്റെ ഒരു അത് എവിടെയെങ്കിലും അത് ഈ പറഞ്ഞ ലിറ്ററേച്ചറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാൻ സാധ്യത, ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. കോൺടെമ്പററി ഇൻക്ലൂഷൻ, അതായത് നമ്മളിപ്പോ ലിറ്ററേച്ചർ പഠിച്ചു തുടങ്ങുമ്പോൾ റൈസൻസ് കാലഘട്ടം നല്ലതുപോലെ പഠിക്കും, റെസ്റ്റോറേഷൻ പീരീഡ് നല്ലപോലെ പഠിക്കും, ജാക്കോബിയൻ പീരീഡ് പഠിക്കും, ഷേക്സ്പിയർ നല്ല രീതിയിൽ പഠിക്കും, വിക്ടോറിയൻ ആൾക്കാരെ മുഴുവൻ പഠിക്കും. പക്ഷേ PSC ഇൻക്ലൂഡ് ചെയ്ത ആൾക്കാരുടെ നോക്കിയേ, ലോറ മെൽബേ 70s വർക്ക്സ് വന്നിട്ടുള്ളത്. കോഗ്നിറ്റിവിസം, ഫിനോമിനൽ വുമൺ, ബ്ലൂവസ്റ്റ് ഐ, ക്ലിയർ ലൈറ്റ് ഓഫ് ദി ഡേ. ഏകദേശം 20ഓളം ചോദ്യം ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 5 ചോദ്യം എടുത്തു നോക്കി. അതായത് ഏകദേശം ഒരു 20% to 25% ക്വസ്റ്റ്യൻസ് കോൺടെമ്പററി എന്നാണ്. ദിസ് ഷോസ് ദാറ്റ് ദേ ആർ നോട്ട് കൺഫൈൻഡ് ടു ദ ട്രഡീഷണൽ ക്യാനൺ. ട്രഡീഷണലി നമ്മൾ കരുതിയിട്ടുള്ള മികച്ച വർക്ക്സ് ഏതാണ്? ഈ പറഞ്ഞത് ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് ഉറപ്പായിട്ടും ചോദിക്കും, മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് ഉറപ്പായിട്ടും ചോദിക്കും. അങ്ങനെ ട്രഡീഷണൽ ക്യാനൻസിനകത്ത് മാത്രം ഒതുങ്ങി നിന്നില്ല, കോൺടെമ്പററി ഇൻക്ലൂഷൻ ഉണ്ടായിരുന്നു. അതായത് 1950-കൾക്ക് ശേഷം 60-കൾക്ക് ശേഷം വന്ന വർക്ക്സിന് അതെ ഒരു 20 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു 5 എണ്ണം 1950-ന് ശേഷമുള്ള വർക്ക്സിനെ ബേസ് ചെയ്ത് വന്നു, ഇല്ലേ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോൺടെമ്പററി ആയിട്ടുള്ള സാഹിത്യത്തിന് ഊന്നൽ കൊടുക്കണമെന്ന് ഇതിൽ പരം വ്യക്തതയോടെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഇന്ത്യൻ റൈറ്റിംഗ് ഗെറ്റ്സ് റെസ്പെക്റ്റബിൾ വെയിറ്റേജ്. അറിയാലോ, ലിറ്ററേച്ചർ, തിയറി, ലിംഗ്വിസ്റ്റിക്സ്, അത് കഴിഞ്ഞാൽ അത്യാവശ്യം വെയിറ്റേജ് കിട്ടിയ ഏരിയ ഇന്ത്യൻ ആണ്. കാരണം അനിതാ ദേശായി ചോദിച്ചു, എസക്കിൽ ചോദിച്ചു, രസ ചോദിച്ചു. ഉറപ്പായിട്ടും ഇന്ത്യൻ ലിറ്ററേച്ചർ കലക്കി കുടിച്ച വിദ്യാർത്ഥികൾ ഒരുപക്ഷെ നിരാശ ഉണ്ടായിരുന്നിരിക്കും, അല്ലേ? എസക്കിയൽ നമുക്കറിയാം ഉറപ്പായിട്ടും ചോദിക്കുമെന്ന്. പക്ഷെ അനിതാ ദേശായി നമ്മൾ കാരണം വേറെ ഇപ്പം കർണാടക നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കും എന്നുള്ള ധാരണയിലാണ് പോയിട്ടുണ്ടാവുക. അപ്പോ ദേശായി, എസക്കിയൽ, രസ 3 എണ്ണമാണ് വന്നത്. പക്ഷേ 18 മാർക്ക് അടുപ്പിച്ച് അവിടെ നിന്നാണ് വന്നത്. ആൻഡ് ദാറ്റ് ഇസ് സിഗ്നിഫിക്കന്റ്. നിങ്ങൾ ഇന്ത്യൻ ലിറ്ററേച്ചർ നല്ലപോലെ പഠിച്ചു, 18 മാർക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്, അല്ലേ? ഏകദേശം ഒരു 18 മാർക്ക് അതിനകത്ത് വന്നു. അപ്പോൾ ഒരു റെസ്പെക്റ്റബിൾ വെയിറ്റേജ്, മാന്യമായ ഒരു വെയിറ്റേജ് അവിടെയും കിട്ടിയിരുന്നു. അപ്പൊ മനസ്സിലായല്ലോ, ലിറ്ററേച്ചർ, തിയറി, ലിംഗ്വിസ്റ്റിക്സ്, പിന്നെ ഇന്ത്യൻ റൈറ്റിംഗ്, അങ്ങനെ തന്നെ പോകുന്നുണ്ട്. കണ്ടില്ലേ? സിഗ്നേച്ചർ കോൺസെപ്റ്റ്സ് ഓൾറെഡി ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ഇനി അങ്ങോട്ടുള്ള പരീക്ഷകൾക്കും പ്രധാനപ്പെട്ട റൈറ്റേഴ്സിന്റെ അവരുടെ പ്രധാനപ്പെട്ട സിഗ്നേച്ചർ ഐഡിയാസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ തന്നെയാണ് ഇതിനു മുമ്പ് വന്നത്. മാർവൽ, കാർപ്പേഡിയം, കോൾറിച്ച്, ഫാൻസി ആൻഡ് ഇമാജിനേഷൻ. മാർവൽ എന്ന് പറഞ്ഞാലേ നമുക്ക് എന്താ അറിയുന്നത്? കാർപ്പേഡിയം. കോൾറിച്ച് എന്ന് പറഞ്ഞാൽ, കോൾറിച്ചിന്റെ ക്രിട്ടിസം എന്ന് പറഞ്ഞാൽ എന്താ? ഫാൻസി ആൻഡ് ഇമാജിനേഷൻ. മൾവേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നും മെയിൽ കേസ് അല്ലാതെ മറ്റൊരു കോൺസെപ്റ്റ് മനസ്സിലേക്ക് വരില്ല. എലിയട്ടിന്റെ ട്രഡീഷൻ, ഇൻഡിവിജ്വൽ ടാലന്റ്, ഡ്രൈഡന്റെ മോക്ക് എപ്പിക്, ബെക്കറ്റിന്റെ അബ്സേർഡിസം. നോക്കിയേ, എല്ലാം നമ്മൾ ഏത് എഴുത്തുകാരനെയാണോ ചോദിച്ചിരിക്കുന്നത്, ഏത് റൈറ്ററിനാണോ ചോദിച്ചിരിക്കുന്നത്, അയാളുടെ അല്ലെങ്കിൽ അവരുടെ സിഗ്നേച്ചർ കോൺസെപ്റ്റ് തന്നെ ചോദിച്ചില്ലേ? എന്തെങ്കിലും മാറ്റമുണ്ടോ? മൽവേ എന്ന് മെയിൽ കേസ് തന്നെ ചോദിച്ചില്ലേ? 1984 ഡിസ്റ്റോപ്പിയ, സ്കോട്ട് ഹിസ്റ്റോറിക്കൽ നോവൽ. അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാറ്റേൺ എന്താണ്? ദ എക്സാമിനർ ആസ്ക്സ് ദ കോൺസെപ്റ്റ്സ് മോസ്റ്റ് സ്ട്രോങ്ലി അസോസിയേറ്റ് വിത്ത് ഈച്ച് ഓതർ ഓർ ടെക്സ്റ്റ്. ഏത് ഓതറിനെയാണോ ചോദിച്ചിരിക്കുന്നത്, ഏത് ടെക്സ്റ്റിനെയാണോ ചോദിച്ചിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും സ്ട്രോങ്ലി അസോസിയേറ്റ് ചെയ്ത കോൺസെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മാർവലുമായി ബന്ധപ്പെട്ട വേറെയും കോൺസെപ്റ്റ്സ് ഉണ്ടാവും, പക്ഷെ ഏറ്റവും സ്ട്രോങ്ലി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഏതാണ്? കാർപ്പേഡിയം, അല്ലേ? ഇപ്പോ 1984 നമുക്ക് പല വായനകൾ വേറെ കൊടുക്കാം, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വായന എന്താണ്? ഡിസ്റ്റോപ്പിയൻ. സ്കോട്ട് ഈ പറഞ്ഞ റൊമാൻറ്റിക് എലമെന്റ്സ് എല്ലാം ഉണ്ട് അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ, പക്ഷേ ഹിസ്റ്റോറിക്കൽ നോവലിസ്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. അപ്പൊ ഏത് റൈറ്ററിനെയാണോ ചോദിച്ചത്, ഏത് ടെക്സ്റ്റിനാണോ ചോദിച്ചത്, അതുമായി ബന്ധപ്പെട്ട ഏറ്റവും സ്ട്രോങ് കോൺസെപ്റ്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓൾറെഡി ഞാൻ തുടക്കത്തിലും പറഞ്ഞിരുന്നു. ഇനി ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് നോക്കാം. ഈ പരീക്ഷ മൊത്തത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്ര ശതമാനം ഇത് പ്രയാസമായി നമുക്ക് നോക്കാം. 30% സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണെന്ന് തന്നെ ഞാൻ പറയും. 30% ഏകദേശം 1/3 ചോദ്യങ്ങളും സ്ട്രെയിറ്റ് തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. ഈ കമ്പാരിറ്റീവ് തിങ്കിങ് ക്വസ്റ്റ്യൻസ്, അതായത് ഓട്ടു നൈറ്റിംഗേൽ, പിന്നെ വെസ്റ്റ് വിൻഡ്, അങ്ങനെയുള്ളത് അത്ര സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ കമ്പാരിറ്റീവ് തിങ്കിങ് ആണ്, ഹിഡൻ പാറ്റേൺ അതാണ്. 50% മോഡറേറ്റ്, ഉറപ്പായിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. 20% അനാലിറ്റിക്കൽ, കാരണം ഇന്റർപ്രിട്ടേഷൻ ബേസ് ചെയ്തുള്ളായിരുന്നു ലോങ് എസ്സേ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ. ഇതായിരുന്നു ആ പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ലെവൽ.
ഇതിൽ ഒരുപക്ഷെ ആപേക്ഷികമായിട്ടുള്ള മാറ്റങ്ങൾ വന്നേക്കാം. അല്ലെ, ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് ഇതാണ്. ഇത് വ്യക്തികൾക്കനുസരിച്ചാണ് കേട്ടോ. ഇപ്പോൾ ഡിഫിക്കൽട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇല്ലല്ലോ 50% സ്ട്രേറ്റ് ഫോർവേഡ് ആണെന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നു, അങ്ങനെ തന്നെ. ഇത് എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇത് ആപേക്ഷികമായിട്ട് മാറാം. വാട്ട് ദ എക്സാമിനർ അവോയ്ഡഡ്. സോ എന്തൊക്കെ പരീക്ഷയിട്ട വ്യക്തി ആ ഒരു PSC എന്തൊക്കെ ഉൾപ്പെടുത്തി, അവിടുന്ന് എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി വാട്ട് ദ എക്സാമിനർ അവോയ്ഡഡ്, എന്തൊക്കെ അയാൾ ഒഴിവാക്കിയെന്ന് നമുക്ക് നോക്കാം. അതും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, കാരണം ഈ ഒഴിവാക്കിയെ നോക്കിയിട്ട് ഫ്യൂച്ചർ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് അത് കണക്കാക്കാം. ഷേക്സ്പിയർ ഇല്ലായിരുന്നു അല്ലെ, നമ്മളെല്ലാവരും 37 നാടകങ്ങളും ഒക്കെ അത്യാവശ്യം ഷേക്സ്പിയറിന്റെ ബയോഗ്രഫിയൊക്കെ നല്ലപോലെ പഠിച്ച്, പിന്നെ 37 നാടകങ്ങളും നമ്മൾ പഠിച്ചിട്ട് വരില്ല, പക്ഷെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന നാടകങ്ങളൊക്കെ ഒരുപക്ഷെ വായിച്ച് സോളിലൊക്കെ പ്രധാനപ്പെട്ട ഡയലോഗ്സ്, ക്യാരക്ടേഴ്സ്, അതിന്റെ എന്താ പറയുക സൈക്കോളജിക്കൽ റീഡിങ്. പിന്നെ ചോസ്തർ ഇല്ലായിരുന്നു, മിൽട്ടൺ ഇല്ലായിരുന്നു, സ്ട്രക്ചറലിസം, പോസ്റ്റ് മോഡേണിസം, ന്യൂ ക്രിറ്റിസിസം, എക്കോ ക്രിറ്റിസിസം, ട്രാൻസ്ലേഷൻ, ലാംഗ്വേജ് ടീച്ചിങ്, റിസർച്ച് മെത്തഡോളജി, ഡയസ്പോറ. കണ്ടില്ല? ഇതിൽ തന്നെ ഇത്ര ഏരിയകൾ ഞാൻ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരു ടീച്ചർ പറയൂ ഷേക്സ്പിയർ നോക്കാതെ പോവാൻ, ചോസ്തർ നോക്കാതെ പോവാൻ, പോസ്റ്റ് മോഡേണിസം നിങ്ങൾ നോക്കിയേ വേണ്ട, സ്ട്രക്ചറലിസം നോക്കണ്ട, എക്കോ ക്രിറ്റിസിസം പഠിക്കണ്ട, ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് വരുത്തില്ല, ഡയസ്പോറ നോക്കേണ്ട കാര്യമില്ല, ആരെങ്കിലും പറയും? കഴിഞ്ഞ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത എല്ലാവരോടും അവരുടെ മെന്റേഴ്സ് ഇത് പറഞ്ഞാണ് ഇത്രയും കാലം നോക്കിയിട്ട് പോകുന്നത്, പക്ഷെ ഇതെല്ലാം അവോയ്ഡ് ചെയ്യപ്പെട്ടു. ദിസ് ഡസന്റ് മീൻ ദേ ആർ അൺഇമ്പോർട്ടന്റ്. പക്ഷെ അതിന്റെ അർത്ഥം ഇതൊന്നും പ്രധാനപ്പെട്ടതല്ല എന്നല്ല, ഇത് പ്രാധാന്യം അർഹിക്കുന്നില്ല എന്നല്ല. ബട്ട് ഇറ്റ് ഷോസ് ദ പേപ്പർ സാമ്പിൾഡ് ബ്രോഡ്ലി റാദർ ദാൻ എക്സോസ്റ്റിവ്ലി. ഇപ്പൊ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ദ പേപ്പർ സാമ്പിൾഡ് ബ്രോഡ്ലി റാദർ ദാൻ എക്സോസ്റ്റിവ്ലി. നമുക്കൊരു 10-20 ചോദ്യമാണ് ഇടാൻ പറ്റുന്നത്. ആ 20 ചോദ്യത്തിൽ അത്യാവശ്യം എല്ലാ കാലഘട്ടങ്ങളിലൂടെയും കടന്നുപോയി, പ്രധാനപ്പെട്ട എല്ലാത്തിലൂടെയും ഒന്ന് തൊട്ടുതലോടി, എല്ലാ ആൾക്കാരെയും കാനോണിക്കൽ റൈറ്റേഴ്സിനെയൊക്കെ പറഞ്ഞു. നമുക്ക് തന്നെ അറിയാം, നമുക്കൊരു 100 റൈറ്റേഴ്സിനെ പഠിക്കാനുണ്ടെങ്കിൽ അതിലൊരു 40 പേരെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന ഗണത്തിൽ പെടുന്നതാണ്. ഉറപ്പായിട്ടും അതിൽ നിന്നൊരു 10-15 ആൾക്കാരെ അല്ലേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. നമ്മൾ ഇപ്പോഴും പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ആ 15 റൈറ്റേഴ്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയാണ്. നമ്മൾ പക്ഷെ ഇത്രയും പഠിച്ചിട്ടാണ് പോകുന്നത്. ഉറപ്പായിട്ടും അടുത്ത പരീക്ഷയിൽ ഒരു പക്ഷേ ഷേക്സ്പിയറും മിൽട്ടനും ഒക്കെ ഉണ്ടാവും. അപ്പോഴും പറഞ്ഞ ചിലപ്പോൾ എലിയട്ടിനെ കളഞ്ഞു എന്ന് വരും, വാൾട്ടർ സ്കോട്ടിനെ കളഞ്ഞു എന്ന് വരും. അപ്പോൾ അവരും ഇമ്പോർട്ടന്റ് തന്നെയാണ് അല്ലേ? അപ്പൊ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ലേൺ ഓതേഴ്സ് ടുഗദർ വിത്ത് ദിയർ ഡിഫൈനിങ് കോൺസെപ്റ്റ്സ്. ഇപ്പൊ ഇത്രയും ഒബ്സർവേഷൻസ് ഞാൻ പറഞ്ഞു. ഈ ഒബ്സർവേഷൻസിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ കേട്ടോളൂ. നിങ്ങൾ ഏത് എഴുത്തുകാരനെ പഠിക്കുമ്പോഴും അയാളുമായി ബന്ധപ്പെട്ട ഡിഫൈനിങ് കോൺസെപ്റ്റ്സ് പഠിക്കുക. ഫോർ എക്സാമ്പിൾ, എലിയട്ട് എന്ന് പറയുമ്പോൾ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്, ബെക്കറ്റ് എന്ന് പറയുമ്പോൾ അബ്സേർഡിസം, മാർവൽ എന്ന് പറയുമ്പോൾ കാർപ്പേഡിയം, അത് പഠിക്കുക. ലോറ മൽവേ എന്ന് പറയുമ്പോൾ മെയിൽ ഗേസ്. ഏത് വ്യക്തിയെ പഠിച്ചാലും അയാളുമായിട്ട് ഏറ്റവും സ്ട്രോങ്ലി അസോസിയേറ്റ് ഉള്ള കോൺസെപ്റ്റ് പഠിക്കുക. പ്രാക്ടീസ് അപ്ലൈയിങ് തിയറീസ് ടു സ്പെസിഫിക് ടെക്സ്റ്റ് റാദർ ദാൻ മെമ്മറൈസിംഗ് ഡെഫിനിഷൻസ്. ഇതാണ് 90% കുട്ടികളും വരുത്തുന്ന തെറ്റ്. പോസ്റ്റ് മോഡേണിസം ചോദിച്ചാൽ പല ആൾക്കാർക്കും പറയാൻ അറിയാം. പോസ്റ്റ് സ്ട്രക്ചറലിസം ചോദിച്ചാൽ പല ആൾക്കാർക്കും പറയാൻ അറിയാം. സ്ട്രക്ചറലിസം എന്താണെന്ന് ചോദിച്ചാൽ പല ആൾക്കാർക്കും പറയാൻ അറിയാം. എന്നാൽ ഈ ടെക്സ്റ്റിൽ നമ്മൾ അത് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്നാൽ PSC പരീക്ഷയ്ക്ക് വരുന്നത് ഉറപ്പായിട്ടും ഇതിന്റെ ഡെഫിനിഷൻസ് മാത്രമായിരിക്കില്ല, അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ട് കുട്ടികൾ ഉറപ്പായിട്ടും, നിങ്ങൾ എല്ലാവരും തന്നെ ലിറ്റററി തിയറീസ് ടെക്സ്റ്റുകളിൽ അപ്ലൈ ചെയ്ത് അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ തന്നെ പഠിച്ച് മനസ്സിലാക്കണം. അടുത്തത്, ട്രീറ്റ് ലിംഗ്വിസ്റ്റിക്സ് ആസ് എ മേജർ സ്കോറിംഗ് ഏരിയ, എസ്പെഷ്യലി ഫോണറ്റിക്സ്, മോർഫോളജി ആൻഡ് ഗ്രാമർ. സോ ഫോണോളജി, മോർഫോളജി, ഗ്രാമർ, ഈ 3 ഏരിയ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ 10ൽ പുറത്ത് മാർക്ക് കിട്ടുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അടുത്ത പരീക്ഷയ്ക്ക് 10ൽ പുറത്ത് മാർക്ക് എന്തായാലും കിട്ടും. കാരണം ഇവിടെ ഏകദേശം അറിയാലോ 20ൽ പുറത്ത് 20 അടുപ്പിച്ച് മാർക്ക് ഇവിടെ വന്നു. അപ്പൊ 10ൽ കുറയാതെ അത്ര കണ്ട് മാർക്കുകൾ ലിംഗ്വിസ്റ്റിക്സ് എന്നുള്ളത്. അപ്പൊ എല്ലാവരോടും ഞാൻ പറയുകയാണ്, കഴിഞ്ഞ HSST പരീക്ഷയ്ക്ക് ലിംഗ്വിസ്റ്റിക്സ് ചോദിച്ചില്ല എന്ന് കരുതി ഈ വരുന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ചോദിക്കത്തില്ല എന്നല്ല അർത്ഥം. ഓക്കെ, പ്രിപ്പയർ കമ്പാരിറ്റീവ് ആൻസേഴ്സ്. ഇതാണ് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി തരുന്ന ഏറ്റവും വലിയ ഗോൾഡൻ അഡ്വൈസ്, ഗോൾഡൻ ടിപ്പ്. ഇതാണ് കമ്പാരിറ്റീവ് ആൻസേഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇൻഡിവിജ്വൽ അപ്രിസിയേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. സിൻസ് ദ എക്സാമിനർ വാല്യൂസ് അനാലിറ്റിക്കൽ കണക്ഷൻസ്, ഉറപ്പായിട്ടും നിങ്ങളുടെ ഉത്തരങ്ങളിലെ അനാലിറ്റിക്കൽ ഒബ്സർവേഷൻസും കണക്ഷൻസിനുമാണ്
കൂടുതൽ മാർക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ് ആൻസേഴ്സ് നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വേണം പോകാൻ. ഉറപ്പായിട്ടും താരതമ്യം ചെയ്തു പോയി ഈ രണ്ട് നാടകങ്ങളിൽ അബ്സർഡിസം എങ്ങനെ വന്നിരിക്കുന്നു, മോക്കെപ്പിക് എലമെന്റ്സ് ഇതിലും അതിലും എങ്ങനെയാണ് വന്നിരിക്കുന്നത്, റൊമാൻറ്റിക് എലമെന്റ്സ് അതിലും ഇതിലും എങ്ങനെയാണ് വന്നിരിക്കുന്നത്, മോഡേണിസത്തിന്റെ അംശങ്ങൾ ഇതിലും അതിലും എങ്ങനെയാണ്, ഉറപ്പായിട്ടും ചോദിക്കും. പിന്നീട് നിങ്ങൾ ഏത് ടെക്സ്റ്റ് പഠിച്ചാലും അതിന്റെ തീംസ്, സിംബൽസ് അത് നിങ്ങൾ പഠിക്കുമെന്ന് എനിക്കറിയാം. ആൻഡ് ക്രിട്ടിക്കൽ ഇന്റർപ്രിട്ടേഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ്. ഇതെനിക്ക് ഉറപ്പാണ്. ഞാൻ ഇത് ഉൾപ്പെടുത്തിയാലും ഇതിപ്പോ ഞാൻ നിങ്ങളുടെ ഒരു ഉപദേശം പോലെ പറഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഈ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന 1% കുട്ടി പോലും ഈ തെറ്റ് ചെയ്യത്തില്ല. നിങ്ങൾ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് മാത്രം പഠിച്ചുകൊണ്ട് പോകത്തില്ല. നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രം, എന്റെ ഡ്യൂട്ടിയാണ്. ഇനി അടുത്തത്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ പരീക്ഷയുടെ ഒരു പാറ്റേൺ അനാലിസിസ് ആണ് ഞാൻ നടത്തിയത്. എന്തൊക്കെയാണ് അവർ ചോദിച്ചത്, ആരൊക്കെയാണ് ചോദിച്ചത്, എന്തൊക്കെയായിരുന്നു ചോദ്യങ്ങളുടെ സ്വഭാവം, അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത കാര്യം ഞാൻ പറയാൻ പോകുന്നത് ദ PSC എക്സാമിനേഴ്സ് ബ്ലൂ പ്രിന്റ് മീൻസ്, ഇനി നമുക്ക് ആ സിലബസും വരാൻ പോകുന്ന പരീക്ഷയും ഒന്ന് മുന്നിൽ കാണാം. സിലബസ് നോക്കിയേ, 100ൽ പുറത്ത് ടെക്സ്റ്റുകളുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ലോട്ട്സ് ഓഫ് തിയറീസ്, ഒത്തിരി തിയറികൾ നമുക്ക് പഠിക്കാനുണ്ട്. ഡസൻസ് ഓഫ് ലിംഗ്വിസ്റ്റിക് കോൺസെപ്റ്റ്സ്. ഇപ്പം ഇത്ര ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നല്ലൊരു ശതമാനം ഡീറ്റെയിൽഡും ഉണ്ട്, പിന്നെ കുറെ നോൺ ഡീറ്റെയിൽഡ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഉണ്ട്. കൾച്ചർ സ്റ്റഡീസ് 5 ടെക്സ്റ്റുകളെ ഉള്ളെങ്കിലും പ്രധാനപ്പെട്ടതാണ്. റിസർച്ച്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ഇത്രയുണ്ടല്ലേ. ഇത് കാണുമ്പോൾ തന്നെ ഒരു പക്ഷെ നിങ്ങൾക്ക് തലയിറക്കം വരും. ഇംപോസിബിൾ ടു മെമ്മറൈസ് എവരിത്തിങ്. ഏത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എക്സാമിനും ഞാൻ കുട്ടികളോട് പറയുന്ന കാര്യമാണ്. എല്ലാം ഒന്നും പഠിച്ചിട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. അത് നിങ്ങളും മനസ്സിലാക്കുക. ആ സത്യം ഉൾക്കൊണ്ടാൽ തന്നെ പകുതി ആശ്വാസം. എല്ലാം പഠിച്ചിട്ട് പോകാൻ പറ്റുമോ? എനിക്ക് എല്ലാം പഠിച്ചിട്ട് പോകാൻ പറ്റുമോ പരീക്ഷയ്ക്ക്? ഒരിക്കലും ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. നെറ്റിന് ഞാൻ കാലങ്ങളായിട്ട് കുട്ടികളെ നെറ്റിന് മെന്റർ ചെയ്യാറുണ്ട്. അവരെല്ലാവരും പറയുന്നത് സാർ പഠിച്ചു തീർന്നില്ല. എങ്ങനെ പഠിച്ചു തീരും? ആര് പഠിച്ചു തീരും? ഇപ്പം കഴിഞ്ഞ പരീക്ഷയുടെ റിസൾട്ട് വരുന്നു, JRF കിട്ടി, ഇന്ത്യയിലെ റാങ്ക് 1, അയാൾക്ക് പോലും എല്ലാം അറിയത്തില്ല. അയാൾ പോലും എല്ലാം പഠിച്ചിട്ടില്ല. മനസ്സിലായി? സോ ഇറ്റ്സ് ഇംപോസിബിൾ ടു മെമ്മറൈസ് എവരിതിങ്. The 2020 questions consistently asked candidates to relate a text to its defining concept rather than reproduce information. അപ്പോൾ നമുക്ക് ആ സിലബസ് നമ്മൾ കണ്ടു. ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാം പഠിച്ചു വെക്കാൻ നമുക്ക് പറ്റത്തില്ല. ഇത്രയധികം ടെക്സ്റ്റ്, 100ൽ പുറത്ത് ടെക്സ്റ്റിൽ നിന്ന് അതിന്റെ എല്ലാ ആസ്പെക്ട്സ് ഉൾക്കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കില്ല. ഓക്കെ, 2020 ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഉദ്യോഗാർത്ഥികളോട്, സോ ഈ പരീക്ഷ എഴുതാൻ വന്ന ആൾക്കാരോട് പറഞ്ഞിരുന്നത് ആ ടെക്സ്റ്റിനെ അതിന്റെ ഏറ്റവും സ്ട്രോങ് ആയ അസോസിയേറ്റഡ് ഡിഫൈനിങ് കോൺസെപ്റ്റുമായിട്ട് ബന്ധിപ്പിക്കാനാണ് ചോദ്യങ്ങൾ വന്നത്. അറിയാമല്ലോ. സോ ഇംപ്ലിക്കേഷൻ ആണ്, ലേൺ എവരി ഓതർ ത്രൂ വൺ സിഗ്നേച്ചർ കോൺസെപ്റ്റ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏത് എഴുത്തുകാരനെ പഠിച്ചാലും അയാളുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് പഠിക്കുക. ലൈക്ക് ഡ്രൈഡൻ ആണെങ്കിൽ മോക്കെപ്പിക്, ബെക്കറ്റ് ആണെങ്കിൽ അബ്സർഡിസം, എലിയട്ട് ആണെങ്കിൽ ട്രഡീഷൻ, മൽവേ ആണെങ്കിൽ മെയിൽ ഗെയ്സ്, മോറിസൺ ആണെങ്കിൽ റേസ്, ഡിസൈ ആണെങ്കിൽ ജെൻഡർ. ഇതൊക്കെയാണല്ലോ ഇവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. ഓക്കെ, ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് പോകണം. ഏത് എഴുത്തുകാരനെ വേണമെങ്കിലും പഠിച്ചോളൂ. കീറ്റ്സ് പഠിക്കുക, കീറ്റ്സുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് പഠിക്കുക. വാൾട്ടർ സ്കോട്ട്, അയാളുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് പഠിക്കുക. അല്ലേ, ഇപ്പോ എൻകോഡിങ് ഡീകോഡിങ്, അതിന്റെ ഓതറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയാലോ കോൺസെപ്റ്റ് ആണ് എൻകോഡിങ് ഡീകോഡിങ്. അയാളുമായി ബന്ധപ്പെട്ടത് പഠിക്കുക. ദ സിലബസ് ഇസ് ബിൽറ്റ് അറൌണ്ട് 4 പില്ലേഴ്സ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ മൊത്തം സിലബസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ 4 തൂണുകളിലായിട്ടാണ് സിലബസ് ഇങ്ങനെ താങ്ങി നിൽക്കുന്നത്. മോസ്റ്റ് സ്റ്റുഡൻസ് തിങ്ക് there are 14 modules. എല്ലാ പിള്ളേരും പറയുന്നത് എന്താണ്? ഓ സാർ, 14 മൊഡ്യൂളിലായിട്ട് 100ൽ പുറത്ത് ടെക്സ്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. തെറ്റ്. ആക്ച്വലി 4 മാസ്റ്റർ പില്ലേഴ്സേ ഉണ്ട്. ആ 4 പില്ലേഴ്സ് അനുസരിച്ച് പഠിക്കുക. പില്ലർ 1 അത് ലിറ്ററേച്ചർ ആണ്. ഇന്ത്യൻ, അമേരിക്കൻ, ബ്രിട്ടീഷ്, അതൊന്നും. പില്ലർ 2 ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞ പില്ലറിനകത്താണ് ലിംഗ്വിസ്റ്റിക്സ്, പിന്നെ ഫോണറ്റിക്സ്, ഗ്രാമർ, ELT വരുന്നത്. 3ാമത്തെ പില്ലറാണ് തിയറി, ക്രിറ്റിസിസം, കൾച്ചർ സ്റ്റഡീസ്, റിസർച്ച് എല്ലാം അതിൽ വരും. 4ാമത്തതാണ് ആപ്ലിക്കേഷൻ, ടീച്ചിങ്, റൈറ്റിംഗ്, ഇന്റർപ്രിട്ടേഷൻ. ഈ 4 പില്ലറാണുള്ളത്. നിങ്ങൾ ഈ 4 പില്ലർ വൈസ് ഇത് സ്ട്രോങ് ആക്കാൻ നോക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ 4 പില്ലറിനകത്ത് എല്ലാം വന്നു കഴിഞ്ഞില്ലേ? This broader structure is reflected across the official modules covering literature, language, criticism, culture studies, ELT, aptitude and research aptitude. Everything belongs to one of these. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ലിറ്ററേച്ചർ ഉണ്ട്, കൾച്ചർ സ്റ്റഡീസ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ക്രിറ്റിസിസം ഉണ്ട്. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ബിലോങ്സ് ടു വൺ ഓഫ് ദീസ്. ഞാൻ പറഞ്ഞ 4 പില്ലേഴ്സിനകത്തുള്ളതാണ്. അപ്പൊ നമുക്കുള്ളത് 4 പില്ലറാണ്.
ഓരോ പില്ലർ വൈസ് ശക്തരാവാൻ നോക്കുക. PSC ലവ്സ് റെപ്രസെന്റേറ്റീവ് ടെക്സ്റ്റ്. ഇതിനോടകം തന്നെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഒരു മൂവ്മെന്റുമായി ബന്ധപ്പെട്ട അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ആണ് അവർ ചോദിക്കുന്നത്. നോക്കിയേ, വെയിറ്റിംഗ് ഫോർ ഗോദോ ഡസൻ റെപ്രസെന്റ് സാമുവൽ ബെക്കറ്റ്, ഇറ്റ് റെപ്രസെന്റ്സ് അബ്സേർഡ് ഡ്രാമ. കണ്ടില്ലേ, അബ്സേർഡ് ഡ്രാമയിലെ തന്നെ മോസ്റ്റ് റെപ്രസെന്റേറ്റീവ് ടെക്സ്റ്റ് ആണ് ഗോദോ. അപ്പൊ റെപ്രസെന്റേറ്റീവ് ടെക്സ്റ്റുകളെ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. മാക് ഫ്ലെക്നോ ഡ്രൈഡനെ അല്ല റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്, മാക് ഫ്ലെക്നോ മോക്ക് എപ്പിക്കിനെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. കണ്ടല്ലോ, സോ അതും റെപ്രസെന്റേറ്റീവ് ടെക്സ്റ്റ് ആണ്. 1984 ഡിസ്റ്റോപ്പിയ റെപ്രസെന്റേറ്റ് ചെയ്തു. ഇവാൻഹോ ഹിസ്റ്റോറിക്കൽ നോവലിന്റെ റെപ്രസെന്റേഷൻ ആണ്. ക്ലിയർ ലൈറ്റ് ഓഫ് ദി ഡേ ഫെമിനിസത്തിന്റെ റെപ്രസെന്റേഷൻ ആണ്. ബ്ലൂവസ്റ്റ് ഐ റേസിന്റെ റെപ്രസെന്റേഷൻ ആണ്. കണ്ടല്ലോ, റെപ്രസെന്റേറ്റീവ് ടെക്സ്റ്റുകൾ തന്നെയാണ് ചോദിച്ചത്. ഇപ്പൊ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന്. ഏറ്റവും റെപ്രസെന്റേറ്റീവ് ടെക്സ്റ്റുകൾക്ക് ഫോക്കസ് കൂടുതൽ കൊടുക്കുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്ട്രാറ്റജി ഇങ്ങനെയായിരിക്കണം. ടെക്സ്റ്റ് പഠിക്കണം. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ബ്ലൂവസ്റ്റ് ഐ പഠിക്കുന്നു, അതിന്റെ ജോണർ എന്താണെന്ന് മനസ്സിലാക്കണം. ഏത് മൂവ്മെന്റിൽ അത് പെടുന്നു, എന്ത് തിയറി അതിനകത്ത് വന്നിട്ടുണ്ട്, തീമുകൾ, നോട്ട് സെപ്പറേറ്റ്ലി, എല്ലാം കണക്റ്റഡ് ആയിട്ട് പഠിക്കണം. ഈ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. ഇപ്പൊ നിങ്ങൾ TS എലിയട്ട് പഠിക്കുന്നു, TS എലിയട്ടിന്റെ മേർഡർ എന്തൊക്കെ തിയറിയിൽ പഠിക്കുന്നു, അത് ഏത് ജോണറിൽ പെടും. ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് പഠിക്കുന്നു, അത് ഏത് ജോണറിൽ പെടും, റിവെഞ്ച് ട്രാജഡിയിൽ പെടും. അതിന്റെ മൂവ്മെന്റ്, തിയറി, തീമിൽ, എല്ലാ കാര്യങ്ങളും സിമ്പിൾ. മനസ്സിലായില്ലേ? ഈ രീതിയിൽ വേണം നിങ്ങളുടെ ഫ്യൂച്ചർ പ്രിപ്പറേഷൻ, അതിന്റെ ഒരു സ്ട്രാറ്റജി ഈ നിലയിൽ നിങ്ങൾ കൊണ്ടുപോകണം. എവറി ക്വസ്റ്റ്യൻ ഹാസ് 2 layers. മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ചോദ്യങ്ങൾക്കും 2 layers ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നോക്കിയേ, ഫിനോമിനൽ ഉമണ്ണാത്ത ക്വസ്റ്റ്യൻ. അതിലെ ഒന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോൺ പോയം, രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് നോ ഫെമിനിസം. ഫിനോമിനൽ ഉമൺ എന്നുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഫിനോമിനൽ കുറിച്ചുള്ള ചോദ്യം വന്നു. അപ്പൊ നമ്മൾ അതിനകത്ത് 2 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ആ കവിതയുടെ ഉള്ളടക്കവും ഫെമിനിസം എന്താണ്. എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ നോക്കിയാൽ മതി ഈ 2 ലെയേഴ്സ്. മൾവയുടെ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ലെയർ എന്താണ്, ക്രിറ്റിസിസം, ആ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം. രണ്ടാമത്തെ ലെയർ എന്താണ്, അത് സിനിമയിൽ. കണ്ടില്ലേ, എല്ലാത്തിനും 2 ലെയേഴ്സ് ഉണ്ട്. കോൾറിച്ചിന്റെ ഒന്നാമത്തെ ലെയർ എന്താണ്, നിങ്ങൾ ബയോഗ്രഫി ലിറ്റററി അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ ലെയർ എന്താണ്, ബ്രോഡ്ലി ആ റൊമാൻറ്റിക് ഇമാജിനേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കണ്ടില്ല, അപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും 2 ലെയർ ഉണ്ട്. സോ ദ സിലബസ് ഇറ്റ് സെൽഫ് എൻകറേജസ് ദിസ് ബൈ പെയറിംഗ് പ്രൈമറി ലിറ്റററി വർക്ക്സ് വിത്ത് ക്രിറ്റിസിസം ആൻഡ് തിയറി. കണ്ടില്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട വർക്ക്സിനെ തിയറിയും ക്രിറ്റിസിസവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് ചോദ്യങ്ങൾ വന്നത്. ഫോർ എക്സാമ്പിൾ, കോൾറിഡ്സ് ബയോഗ്രഫി ലിറ്റററിയ ചോദ്യം വന്നു. എലിയട്ടിന്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ്. ഫ്രൈ, ഷവാൾട്ടർ, ഡെറിഡ, മൾവേ, ബട്ട്ലർ ആൻഡ് അതേഴ്സ് അപ്പിയർ അലോങ്സൈഡ് ലിറ്റററി ടെക്സ്റ്റ്. ഇവരൊക്കെ പ്രത്യക്ഷപ്പെട്ടത് ഒറ്റയ്ക്കാണോ? അല്ല, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളുമായിട്ട് ചേർന്ന് തന്നെയാണ്. സോ PSC ലവ്സ് 2 layer ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാ പറയുന്ന ഇപ്പൊ മോക്കപ്പിക്ക് എന്താന്ന് പഠിക്കുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടെക്സ്റ്റുകളും പഠിച്ചു വെക്കുക. PSC doesn't ask authors, it asks for author plus idea. നമുക്ക് അതിലേലും അറിയാലോ ഓതർ ആരാണെന്നൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, പക്ഷെ ചോദിച്ച ഇതാണ്, ഓതറും ആ ആശയവും നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ കീറ്റ്സിനെയും നെഗറ്റീവ് കേപ്പബിലിറ്റിയെയും 2 ആക്കി പഠിക്കരുത്. ഓതറിനെയും ഐഡിയയും ചേർത്ത് പഠിക്കുക. വേർഡ്സ്വർത്തിനെയും നേച്ചറിനെയും 2 ആക്കി പഠിക്കരുത്, ചേർത്ത് വെച്ച് മനസ്സിലാക്കുക. ഷെല്ലിയെയും റവല്യൂഷനെയും 2 ആക്കരുത്. ആഞ്ചലോ ഐഡന്റിറ്റി, ടാഗോർ സ്പിരിച്വൽ ഹ്യൂമാനിസം, ഇതൊന്നും നിങ്ങൾ വേർപെടുത്തരുത്. രാമാനുജൻ ഇന്ത്യൻ ഐഡന്റിറ്റി, ഇതൊന്നും വേർപെടുത്തിയല്ല പഠിക്കേണ്ടത്. ദിസ് ഇസ് വൈ ദ സിലബസ് റിപ്പീറ്റഡ്ലി പെയർസ് സ്പെസിഫിക് വർക്ക്സ് വിത്ത് ഫൗണ്ടേഷണൽ ഐഡിയാസ് അക്രോസ് പീരിയഡ്സ്. ഒന്നിനെയും അങ്ങനെ നിങ്ങൾ വേർപെടുത്തി പഠിക്കരുത്. ആ ആശയവും ആ വ്യക്തിയെയും ചേർത്ത് വെച്ച് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ലിംഗ്വിസ്റ്റിക്സ് വാസ് ദ സൈലന്റ് റാങ്ക് മേക്കർ. ഏറ്റവും പ്രധാനപ്പെട്ട മെസ്സേജ് ഇത് തന്നെയാണ്. നിങ്ങൾ എല്ലാവരും നല്ലപോലെ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ പ്രിപ്പയർ ചെയ്യും, എനിക്കറിയാം. തിയറിയും ഒക്കെ അത്യാവശ്യം നോക്കിയിട്ട് പോകും, പക്ഷെ ആൾക്കാർ അത്രത്തോളം നോക്കാത്ത ഒരു ഏരിയ ലിംഗ്വിസ്റ്റിക്സ് തന്നെയാണ്, ഒരു സംശയമില്ല. എന്നാൽ ഒരു സൈലന്റ് റാങ്ക് മേക്കർ ആയിരുന്നു കഴിഞ്ഞോണ ലിംഗ്വിസ്റ്റിക്സ്. കാരണം എവ്രി വൺ ഫോക്കസ് ഓൺ ലിറ്ററേച്ചറിൽ ഇപ്പോ ഈ വരാൻ പോകുന്ന പരീക്ഷ ഒരു 3000 പേര് എഴുതുന്നു വിചാരിക്കുക. ഈ 3000-ൽ എനിക്ക് ഉറപ്പാണ് 2000 പേർക്കും ഈ ലിറ്ററേച്ചറിലുള്ള അറിവ് ഏകദേശം സെയിം തന്നെയായിരിക്കും. ഇപ്പൊ വേസ്റ്റ്ലാൻഡിനെ കുറിച്ച് എയ്ക്ക് അറിയാവുന്ന അതേ കാര്യങ്ങൾ ബിക്കും അറിയാം, ബിക്ക് അറിയാവുന്ന അതേ കാര്യങ്ങൾ സിക്കും അറിയാം, ഒരു സംശയമില്ല.
ബട്ട് PSC quietly gave around 1/5 of the marks to linguistics. കണ്ടില്ലേ, അതിവിദഗ്ധമായിട്ട് 1/5 മാർക്കുകളുടെ 1/5 ലിംഗ്വിസ്റ്റിക്സിനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. കാരണം എന്താ? വൈ? ബിക്കോസ് കാൻഡിഡേറ്റ്സ് ഇഗ്നോർ ഇറ്റ്. കുട്ടികളെ നോക്കാറില്ല എന്നതുകൊണ്ട് തന്നെയാണ്. മനസ്സിലായില്ല? അപ്പൊ കുട്ടികളെ നോക്കാറില്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ചോദ്യങ്ങൾ വന്നത്. ഓക്കെ, അപ്പോൾ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഏരിയസ് അതൊക്കെ നമുക്ക് വേറെ സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. So the syllabus devotes an entire module to language history, phonetics, phonology, morphology, grammar, syntax, semantics, and branch of linguistics, plus a separate ELT module. So നമുക്കറിയാലോ, ഒരു മൊഡ്യൂൾ തന്നെ ഈ പറയുന്ന പോലെ ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ELT will become more important. ഇനി ഞാനൊരു പ്രഡിക്ഷൻ പോലെ പറയുകയാണ്. ഇതുവരെയുള്ള പരീക്ഷയുടെ രീതി വെച്ചിട്ട് അടുത്ത പരീക്ഷയിൽ ELT പ്രധാനപ്പെട്ട ഒരു ഏരിയ ആവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ FIUGP സിലബസ് ഒക്കെ വന്നതിന് ശേഷം ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ, ഈ ടീച്ചിങ് മെത്തേഡ്സ്, ലേണിംഗ് തിയറീസ്, ഇവാലുവേഷൻ, ICT, എറർ അനാലിസിസ്, ഇതെല്ലാം തന്നെ ഉള്ളത് കൊണ്ട് ഇതൊക്കെയാണല്ലോ നമുക്ക് ELTയിൽ വരുന്നത്. ആ സിലബസിലെ മൊഡ്യൂളിൽ വരുന്ന ഇതൊക്കെയാണല്ലോ. ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ FIUGP എന്ന് പറയുന്ന ആ പുതിയ ഒരു സ്കീമും ഏകദേശം ഇത്തരം കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യുന്നതാണ്. മനസ്സിലായില്ല? അപ്പൊ അതുകൊണ്ട് ELT ഇനി അങ്ങോട്ട് ഇത്തിരി ഇമ്പോർട്ടന്റ് ആവാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാരണം എന്താണ്? 2020 barely touched it. 2020 ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഏരിയയിൽ നിന്ന് വലിയ ചോദ്യമൊന്നും വന്നില്ല. ദിസ് മീൻസ് ദിസ് യൂണിറ്റ് റിമെയിൻസ് അണ്ടർ ടെസ്റ്റഡ് ഡെസ്പൈറ്റ് എക്സ്പ്ലിസിറ്റ് സിലബസ് സ്പേസ്. ഇത്ര നല്ല വിശദീകരിച്ച ഒരു സിലബസ് ഉണ്ടായിട്ടും ഇതുവരെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല അവിടുന്ന് ഒന്നും തന്നെ. ദിസ് മേക്സ് ELT എ സ്ട്രോങ് കാൻഡിഡേറ്റ് ഫോർ ഇൻക്രീസ്ഡ് അറ്റൻഷൻ ഇൻ ഫ്യൂച്ചർ പേപ്പേഴ്സ്. ഇനി വരാൻ പോകുന്ന പരീക്ഷകളിലെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ പേടി സ്വപ്നമാവാൻ, പേടി സ്വപ്നം മീൻസ് അങ്ങനെ പേടിക്കണം എന്നല്ല, പ്രധാനപ്പെട്ട ഏരിയ ആവാനുള്ള എല്ലാ യോഗ്യതയും നമ്മുടെ ELTക്ക് ഉണ്ട്. കാരണം വാസ്റ്റ് സിലബസ് ഉണ്ട്, അത്യാവശ്യം നല്ല ബ്രോഡായ സിലബസ് ഉണ്ട്. പക്ഷെ അത് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല ആ രീതിയിൽ. കൾച്ചർ സ്റ്റഡീസ് വാസ് ഓൾമോസ്റ്റ് ഇഗ്നോർഡ്. ശരിയാണ്, ഞാൻ പറഞ്ഞല്ലോ 5 ടെക്സ്റ്റേ ഉള്ളൂ പഠിക്കാൻ. അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വന്നത് മൽവേ മാത്രമാണ്. ദിസ് സിലബസ് ഇൻക്ലൂഡ്സ് മൽവേ, ബട്ട്ലർ, ഹാൾ, അഡോണ, മെക്രോബി. അറിയാലോ, 5ഉം വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റുകളാണ് കേട്ടോ. മെക്രോബിയൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം. യെറ്റ് ഓൺലി മൽവേ അപ്പിയേർഡ്. ശരിയാണല്ലോ, മൽവേ മാത്രമാണ് വന്നത്. 5 എണ്ണം ചോദിച്ചതിൽ നിന്ന് 5 എണ്ണം സിലബസ് ഉള്ളപ്പോൾ 1 എണ്ണം മാത്രമാണ് ചോദിച്ചത്. Cultural studies occupies a full module in the syllabus. This is a classic area to watch for future expansion. 2020 ആ ഏരിയയിൽ നിന്നും അധികം ചോദ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷയിൽ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഹാസ് ഹൈ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ. റിസർച്ച് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കിയ റിസർച്ച്, അക്കാഡമിക് റൈറ്റിംഗ്, സെമിനാർസ്, മെത്തഡോളജി, എത്തിക്സ്, ഇതും 2020 തൊട്ടിട്ടില്ല. അതുകൊണ്ട് അടുത്ത പരീക്ഷയിൽ ശ്രദ്ധിക്കാം. വേറൊന്നുമല്ല, ഇപ്പോ കഴിഞ്ഞ SST എക്സാമിന് ലിംഗ്വിസ്റ്റിക്സ് ചോദിച്ചില്ല. അതുകൊണ്ട് ഉറപ്പായിട്ട് നമുക്ക് 100% ഉറപ്പുള്ള കാര്യമില്ല, അടുത്ത പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. അത്രേ ഉള്ളൂ. ഇവിടെ ഇതൊന്നും തൊടാത്ത ഏരിയകളാണ്. അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. ദ പേപ്പർ ഇസ് ബാലൻസ്ഡ് അക്രോസ് ലിറ്റററി ഹിസ്റ്ററി. ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇല്ലേ? ഓൾഡ് ഇംഗ്ലീഷ്, റെനൈസൻസ്, റെസ്റ്റോറേഷൻ, റൊമാൻറ്റിക്, വിക്ടോറിയൻ, മോഡേൺ, പോസ്റ്റ് മോഡേൺ, ഇന്ത്യൻ, അമേരിക്കൻ, തിയറി, ലാംഗ്വേജ്, എല്ലാ ഏരിയയും ടച്ച് ചെയ്തു. മനസ്സിലായില്ലേ? നിങ്ങൾ ആ 4 പില്ലറിൽ, ആ 4 പില്ലറിനകത്തുള്ള എല്ലാം ടച്ച് ചെയ്തു. ദിസ് ബാലൻസ് മിറേഴ്സ് ദ സിലബസ് ഓർഗനൈസേഷൻ ഇറ്റ്സെൽഫ്. ആ സിലബസ് ഓർഗനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് അതിന്റെ ഒരു പ്രതിഫലനമാണ് ഈ ഏരിയകളെല്ലാം തന്നെ. സോ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്തത് 2020 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ അനാലിസിസ് ആണ്. ശ്രദ്ധിക്കുക, പാറ്റേൺ അനാലിസിസ്. അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ്, അത് എങ്ങനെ എഴുതണം, എന്തായിരുന്നു കീവേഡ്സ്, റാങ്ക്സ് മേക്കിംഗ്, ആൻസേഴ്സ് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങളൊന്നും അല്ല. മൊത്തത്തിൽ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നത്, എന്തൊക്കെയാണ് ഒഴിവാക്കിയത്, ചോദ്യങ്ങളുടെ സ്വഭാവം, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ആ ചോദ്യങ്ങളുടെ ഹിഡൻ പാറ്റേൺ എന്താണ് വെളിവാക്കുന്നത്, ഇനി ഭാവിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതൊരു എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഈ PSC അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കണ്ടന്റുകളിൽ ക്ലാസ്സുകളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റുകളായിട്ട് ഉറപ്പായിട്ടും അത് അറിയിക്കുക. മാത്രമല്ല, നമ്മുടെ ബാച്ച് 6 അതോടൊപ്പം തന്നെ നമ്മുടെ ക്രാഷ് ബാച്ചസ് അഡ്മിഷൻസ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻസ് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.